1973 ഏപ്രിൽ 23 സമയം പുലർച്ചെ 3 മണി. നിലാവസ്തമിച്ച ആ രാത്രിയിൽ കൊളറാഡോയിലെ സമതല ഭൂമികളെ നെടുകെ ഛേദിച്ചുകൊണ്ട് ഉണങ്ങാത്തൊരു മുറിപ്പാട് പോലെ കടന്നുപോകുന്ന ഇൻഡസ്ട്രേറ്റ് 25 എന്ന ദേശീയപാത. കിലോമീറ്ററുകളോളം യാതൊന്നുമില്ലാത്തൊരു വിജന പ്രദേശത്തു കൂടിയാണ് ആ ഹൈവേ കടന്നു പോകുന്നത്. ഒരു ഗ്യാസ് സ്റ്റേഷൻ പോലും ആ വഴിയിൽ ഏറെ ദൂരത്തേക്കില്ല. ആകെയുള്ളത് ചൂളം കുത്തുന്ന കാറ്റും കണ്ണിൽ തുളച്ചു കയറുന്ന ഇരുട്ടും മാത്രം. ആ റോഡിൽ പ്യൂബ്ലോയ്ക്ക് അടുത്തുള്ള ഒരു റെസ്റ്റ് സ്റ്റോപ്പിനോട് ചേർന്നുകൊണ്ട് നിൽക്കുന്ന ചില്ലിട്ടൊരു കുഞ്ഞു ടെലിഫോൺ ബൂത്തിൽ നിന്ന് കുറ്റാക്കൂരിട്ടത്ത് ഒരു ചൂട്ടുകറ്റയിൽ നിന്നെന്ന പോലെ ഒരിത്തിരി വെളിച്ചം പുറപ്പെടുന്നു. വളരെ ഇടുങ്ങിയ ഒരു ക്യാബിനാണ് ആ ടെലിഫോൺ ബൂത്തിൻ്റേത്. അതിൻ്റെ ഉള്ളിൽ ഏതാണ്ട് 6 അടി 9 ഇഞ്ച് ഉയരമുള്ള 125 കിലോയോളം ഭാരമുള്ള ഭീമാകാരനായ ഒരാൾ എങ്ങനെയോ ഒരുവിധം സ്വന്തം ശരീരം ഒടിച്ചു മടക്കി കൂനിക്കൂടി ഇരിപ്പുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ടിരുന്നു കൊണ്ട് അയാൾ ടെലിഫോണിൽ ഒരു നമ്പർ ഡയൽ ചെയ്തു. അതവിടെ നിന്ന് ഏതാണ്ട് 1500ഓളം മൈൽ ദൂരെ കിടക്കുന്ന സാന്താക്രൂസ് പോലീസ് സ്റ്റേഷനിലെ നമ്പറായിരുന്നു. ഹലോ, ഐ നീഡ് ടു റിപ്പോർട്ട് എ മർഡർ. അയാൾ പറഞ്ഞു തുടങ്ങി. നിങ്ങളുടെ പേരെന്താണ്? ഫോണെടുത്ത ഓഫീസർ തിരിച്ചു ചോദിച്ചു. ഒരു വൈക്ലഭ്യവും കൂടാതെ അത് അയാൾ പറയുകയും ചെയ്തു. മൈ നെയിം ഈസ് എഡ്മണ്ട് കെംപർ. ഐ ആം ദ വൺ യു ആർ ലുക്കിംഗ് ഫോർ. നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കൊലയാളി അത് ഞാൻ തന്നെയാണ്. വിളിച്ചയാളുടെ സ്വരത്തിലെ അസാധാരണമായ ശാന്തത, അളന്നു മുറിച്ചുള്ള അയാളുടെ സംസാരം ഓഫീസർ വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലേക്ക് വീണുപോയി. റിസീവറിലൂടെ കേൾക്കുന്നത് ഒരു സീരിയൽ കില്ലറിൻ്റെ കുറ്റസമ്മത മൊഴിയുടെ ടോണല്ല. അത് ഒരു കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്ന വഴിപോക്കൻ്റെ നിസ്സംഗതയാണ്. കോയഡ് മർഡേഴ്സ് എന്ന പേരിൽ അന്ന് സാന്താക്രൂസിൽ കുപ്രസിദ്ധമായൊരു കൊലപാതക പരമ്പരയ്ക്ക് തുമ്പുണ്ടാക്കാനാവാതെ പോലീസ് വിഷമിക്കുന്ന കാലമായിരുന്നതുകൊണ്ട് തെല്ല അവിശ്വാസം തുളുമ്പുന്ന സ്വരത്തിൽ ആ ഓഫീസർ പിന്നെ ചോദിക്കുന്നത്, നിങ്ങളാണോ കോയഡ് മർഡേഴ്സിന് പിന്നിൽ എന്നാണ്. അതെ, ആ കൊലപാതകങ്ങൾക്ക് ഉത്തരവാദി ഞാൻ തന്നെയാണ്. മരിച്ചവരുടെ പേരുകൾ, അവരുടെ ബോഡി ഡിസ്പോസ് ചെയ്തിട്ടുള്ള ലൊക്കേഷനുകളുടെ വിവരങ്ങൾ, പിന്നെ നിങ്ങൾ ഇതുവരെ പ്രസിന് റിലീസ് ചെയ്തിട്ടില്ലാത്ത ഫോറൻസിക് എവിഡൻസുകൾ, ഇത്രയും തന്നാൽ വിശ്വാസമാകുമോ എന്ന് വിളിച്ചയാളുടെ മറുപടി. അത് കേട്ട് ഞെട്ടിത്തരിച്ചിരുന്ന പോലീസ് ഓഫീസറോട് ഏതോ ലിസ്റ്റ് നോക്കി പറയും പോലെ അയാൾ 1-2 കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തു. ഇന്നലെ ഞാൻ എൻ്റെ അമ്മയെയും കൊന്നു. എൻ്റെ വീട്ടിൽ ചെന്നാൽ ഡ്രസ്സിംഗ് ടേബിളിൽ അമ്മയുടെ തലയിരിപ്പുണ്ടാവും. അവരുടെ ബോഡി അപ്പുറത്തെ മുറിയിലെ അലമാരയിലുണ്ട്. അമ്മയുടെ അടുത്ത കൂട്ടുകാരിയുടെ ബോഡിയും വീട്ടിൽ തന്നെ കാണും. ഇത്രയും പറഞ്ഞ ശേഷം പകുതി ആത്മകഥം എന്ന മട്ടിൽ അയാൾ ഇങ്ങനെ കൂടി പറഞ്ഞു വെച്ചു. ഐ സ്റ്റോപ്ഡ്. there was no more purpose. it was over. ഒരൊറ്റ നിമിഷം കഥയൊന്ന് നിർത്തി നമുക്കൊരു ചോദ്യം അവനവനോട് തന്നെ ചോദിച്ചു നോക്കാം. ഏത് ക്രിമിനലാണ് ഒന്നിനു പിന്നാലെ ഒന്നായി 9 പേരെ തീർത്ത ശേഷം രാത്രി വെളുക്കെ കിഴക്കോട്ട് 100 കണക്കിന് മൈൽ കാർ ഓടിച്ചു ചെല്ലുക, എന്നിട്ട് പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സീരിയൽ കില്ലർ ഞാനാണ്, ദാ വന്ന് അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറയുക? അതായിരുന്നു എഡ്മണ്ട് കെംപർ എന്ന കോൾഡ് ബ്ലഡഡ് മർഡറർ. താൻ ചെയ്തു കൂട്ടിയ 9 കൊലകളിൽ ഒന്നിൽ പോലും കെംപർക്ക് പശ്ചാത്താപം ഉണ്ടായിരുന്നില്ല. ആ കൊലകൾ 9ഉം ചെയ്തു തീർക്കേണ്ടത് അയാൾക്ക് ഒരു ഉത്തരവാദിത്വം പോലെയായിരുന്നു. വെടിപ്പായി ചെയ്തു തീർത്ത ഏതോ സുപ്രധാന ദൗത്യം. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് ആ ദൗത്യത്തിൻ്റെ ആരുടെയും ചോര മരവിപ്പിച്ചേക്കാവുന്ന ചരിത്രമാണ്. അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ജനിച്ച എഡ്മണ്ട് കെംപർ മൂന്നാമൻ എന്ന പയ്യൻ വളർന്നു വലുതായപ്പോൾ ലോകത്തെ മുഴുവൻ കിടുകിട വിറപ്പിച്ച ശിലാഹൃദയനായ ഒരു സീരിയൽ കില്ലറായതിൻ്റെ കഥ. ബാല്യകൗമാരങ്ങളിൽ അമ്മയിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന മാനസിക പീഡനങ്ങൾ ഏൽപ്പിച്ച ക്ഷതങ്ങൾ എഡ്മണ്ട് കെംപറെ ലോകത്തിലെ സകല സ്ത്രീകളെയും വെറുക്കുന്ന ഒരു കൊടിയ സൈക്കോപാത്താക്കി മാറ്റിയതിൻ്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബർമാരുടെ എണ്ണം 4 ലക്ഷം കടന്നതിൻ്റെ സന്തോഷം പങ്കുവെക്കട്ടെ. എന്നാൽ ഈ 4 ലക്ഷം പേരിൽ 500-ൽ താഴെ പേർ മാത്രമാണ് ഇതുവരെ മെമ്പർഷിപ്പ് എടുത്ത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള നമ്മുടെ യാത്രയുടെ ഭാഗമാകാൻ തയ്യാറായിട്ടുള്ളത്. ഓരോ തവണ ഈ അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുമ്പോഴും അതിനെ പരിഹസിക്കുന്നവരെ, നിങ്ങളുടെ വരുമാനം നിങ്ങൾ കണ്ടെത്തണമെന്ന് ഉപദേശിക്കുന്നവരെ കമൻറ്റ് ബോക്സിൽ കാണുന്നുണ്ട്. റിസർച്ചിന് വേണ്ടി ഇത്രയും പരിശ്രമങ്ങൾ നടത്തി ഓരോ എപ്പിസോഡും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ക്ലേശങ്ങൾക്കിടയിലും കണ്ടന്റ് ഇന്റഗ്രേഷൻ പോലെയുള്ള എളുപ്പത്തിൽ വരുമാനം നേടിത്തരുന്ന പരസ്യ മാർഗങ്ങളിലേക്ക് ഞങ്ങൾ കടക്കാതിരിക്കുന്നത്, അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഇൻറ്റഗ്രിറ്റിയെയും ക്രെഡിബിലിറ്റിയെയും ബാധിക്കും എന്ന തിരിച്ചറിവുള്ളതുകൊണ്ടാണ്. പക്ഷപാതങ്ങളില്ലാതെ കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ചിലപ്പോൾ ഇത്തരം പരസ്യ കമ്മിറ്റ്മെൻറ്റുകൾ തടസ്സമായേക്കാം എന്നതും അവ ഒഴിവാക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് പരിപാടിയുടെ സ്നേഹം എന്നൊരൊറ്റ മാനദണ്ഡം മാത്രമുള്ള മെമ്പർഷിപ്പ് എന്ന ആശയത്തിലേക്ക് ഞങ്ങൾ വന്നതും അതിൽ മാത്രം ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതും. സബ്സ്ക്രൈബർമാരായിട്ടുള്ള 4 ലക്ഷം പേരിൽ ഇനിയും കുറേ പേര് കൂടിയെങ്കിലും മെമ്പർഷിപ്പ് എടുത്ത് ഞങ്ങളെ പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോയിലേക്ക് കടക്കാം. എഡ്മണ്ട് കെംപറെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് അയാൾ ജനിച്ച കുടുംബത്തെയും ബാല്യത്തിൽ വളർന്നു വന്ന ചുറ്റുപാടുകളെയും അവിടെ അയാൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ട്രോമകളെയും പറ്റിയാണ്. 1948 ഡിസംബർ 18 വിമുക്തഭടനായ എഡ്മണ്ട് എമിൽ കെംപർ രണ്ടാമൻ്റെയും സർക്കാർ ഉദ്യോഗസ്ഥയായ ക്ലാരനലിൻ്റെയും
3 മക്കളിൽ രണ്ടാമനും ഒരേയൊരു ആൺകുഞ്ഞുമായിട്ടാണ് എഡ്മണ്ട് എമിൽ കെമ്പർ മൂന്നാമൻ ജനിക്കുന്നത്. എഡ്മണ്ടിൻ്റെ അച്ഛൻ ഒരു ഭീമാകാരനായിരുന്നു. 6 അടി 8 ഇഞ്ച് ഉയരം, അതിനൊത്ത ശരീരഭാരം. സൈനിക സേവന കാലയളവിൽ നിരവധി മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരാളായിരുന്നു അദ്ദേഹം. തുടക്കം 2ാം ലോക മഹായുദ്ധത്തിൻ്റെ മുന്നണി പോരാട്ടങ്ങളിൽ നേരിട്ട് പങ്കെടുത്ത സമയത്തായിരുന്നു. പോർമുഖത്തേറ്റ പീഡകളെ ഒരുവിധം അതിജീവിച്ച അയാൾ അതിനു പിന്നാലെ പോസ്റ്റ് ചെയ്യപ്പെടുന്നത് പസഫിക് സമുദ്രത്തിലെ ആണവ പരീക്ഷണങ്ങളുടെ നിരീക്ഷണ സ്റ്റേഷനിലാണ്. ഏറെ മാനസിക സമ്മർദ്ദമുണ്ടായിരുന്ന ഒരു ജോലിയായിരുന്നു അതും. ചുരുക്കി പറഞ്ഞാൽ ജോലിയുടെ ഭാഗമായി ഒരാൾക്ക് എന്തുമാത്രം ശാരീരിക മാനസിക പീഡനങ്ങളും ട്രോമയുമൊക്കെ സഹിക്കാമോ അത്രയും സഹിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ ഒരു വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നത്. അതിൽ നിന്ന് അയാൾക്ക് വേണ്ടിയിരുന്നത് ഒരിത്തിരി സമാധാനം മാത്രമായിരുന്നു. എന്നാൽ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്ത ക്ലാർനെൽ സ്റ്റാൻബർഗ് എന്ന യുവതിയിൽ നിന്ന് അതൊന്നും മാത്രം കിട്ടാനുള്ള യോഗം അയാൾക്കുണ്ടായില്ല. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, വളരെ ആംബിഷ്യസ് ആയിട്ടുള്ള ഒരു യുവതിയായിരുന്നു ക്ലാർനെലിനെ തൃപ്തിപ്പെടുത്തുക എന്നത് ഏറെക്കുറെ അസാധ്യമായിരുന്നു. താൻ അർഹിക്കുന്ന ജീവിതമോ പങ്കാളികളോ ഒന്നും ഒരിക്കലും തനിക്ക് കിട്ടാൻ വിധിച്ചിട്ടില്ല എന്ന കടുത്ത അസംതൃപ്തിയിലായിരുന്നു ഏതു നേരവും ക്ലാർനെൽ. ഭർത്താവായി വന്ന എഡ്മണ്ട് കെമ്പർക്ക് ഔദ്യോഗിക ജീവിതം പകർന്ന ട്രോമകൾ കാരണം സ്വതവേ എല്ലാവരോടും ഉണ്ടായിരുന്ന വൈകാരിക ഇഴയെടുപ്പക്കുറവിനെ ക്ലാർനെൽ വ്യാഖ്യാനിച്ചത് അയാളുടെ കഴിവുകേടെന്നാണ്. അതേ ചൊല്ലി അവർക്കിടയിൽ വഴക്കുകൾ പതിവായി. ഭാര്യയോടൊത്തുള്ള ദാമ്പത്യത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള മാനസിക പീഡകളെപ്പറ്റി പിന്നീട് കെമ്പർ ഒരൊറ്റ വാചകത്തിൽ ഒതുക്കുന്നുണ്ട്: സൂയിസൈഡ് മിഷൻസ് ഇൻ വാർ ടൈം ആൻഡ് ദ അറ്റോമിക് ബോംബ് ടെസ്റ്റ് ഫോർ നത്തിങ് കമ്പയർഡ് ടു ലിവിങ് വിത്ത് ഹെർ. പോർമുഖത്ത് നിരന്തരം മരണങ്ങളും പരിക്കുകളും നേർക്കുനേർ കണ്ട് കഠിനമായ സാഹചര്യങ്ങളിൽ ചെലവിടേണ്ടി വന്നിട്ടുള്ള 396 ദിനരാത്രങ്ങളുടെ ട്രോമ, ഭാര്യ ക്ലാർനെലിൻ്റെ കൂടെ ചെലവിട്ട ദിവസങ്ങളിൽ നേരിടേണ്ടി വന്നിട്ടുള്ള മാനസിക സംഘർഷങ്ങൾ ഓർക്കുമ്പോൾ ഒന്നും തന്നെ ആയിരുന്നില്ല എന്നാണ് അയാൾ പറഞ്ഞു വെച്ചത്. 50കളുടെ തുടക്കം തൊട്ട് തന്നെ അവർക്കിടയിലെ വിള്ളൽ രൂക്ഷമായി കഴിഞ്ഞിരുന്നു. അക്കാലത്ത് കെമ്പർ ഒരവസരം കിട്ടിയാൽ പസഫിക് സമുദ്രത്തിലെ അണ്വായുധ പരീക്ഷണ സൈറ്റുകളിലെ പോസ്റ്റിംഗ് ചോദിച്ചു വാങ്ങി ദീർഘകാലത്തേക്ക് അങ്ങോട്ടേക്ക് പോകുമായിരുന്നു. ഭാര്യയ്ക്കൊപ്പം ഒരേ അപ്പാർട്ട്മെൻറ്റ് ഷെയർ ചെയ്യുന്നതിലും എളുപ്പം ശാന്തസമുദ്രത്തിന് നടുവിലെ ന്യൂക്ലിയർ ടെസ്റ്റിംഗ് സൈറ്റുകളുടെ ഏകാന്തതയാണ് എന്ന് അയാൾക്ക് തോന്നി. 60കളുടെ ആദ്യ വർഷങ്ങളിൽ എഡ്മണ്ട് കെമ്പർ രണ്ടാമൻ തൻ്റെ കുടുംബത്തെ പൂർണ്ണമായും ഉപേക്ഷിച്ചു. ജനിച്ചപ്പോൾ ഏതാണ്ട് 6 കിലോയോളം ഭാരമുണ്ടായിരുന്ന എഡ്മണ്ട് കെമ്പർ മൂന്നാമൻ വളർന്നു വരുന്നത് ആ പ്രദേശത്തെ ഏറ്റവും വലിയ കുട്ടികളിൽ ഒരാളായിട്ടാണ്. പൂർണ്ണ ശാരീരിക വളർച്ച എത്തിയപ്പോൾ എഡ്മണ്ടിന് ഏതാണ്ട് 6 അടി 9 ഇഞ്ച് ഉയരവും 125 കിലോയോളം ഭാരവും ഉണ്ടായിരുന്നു. കെമ്പറെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഡോക്ടർ ഡാരി മെറ്ററ തൻ്റെ എഡ് കെമ്പർ കോൺവെർസേഷൻ വിത്ത് എ കില്ലർ എന്ന പുസ്തകത്തിൽ എഴുതിയത് ശരീരവലിപ്പം വെച്ച് കെമ്പർ ഒരു ഹെവി വെയ്റ്റ് ബോക്സറുടെ അല്ലെങ്കിൽ ഒരു NBA താരത്തിൻ്റെയൊക്കെ കാറ്റഗറിയിൽ പെടുമെന്നാണ്. ഒട്ടുമിക്ക അമേരിക്കൻ യുവാക്കളും കഷ്ടിച്ച് 6 അടി മാത്രം ഉയരമുണ്ടായിരുന്ന അക്കാലത്ത് എവിടെ ചെന്നാലും ശ്രദ്ധിക്കപ്പെടുമായിരുന്നു എഡ്മണ്ട്. എന്നാൽ അച്ഛനെ പറിച്ചു വെച്ച പോലെ മകൻ വളർന്നു വരുന്നത് കണ്ടപ്പോൾ അയാൾ ഒട്ടും ഇഷ്ടമേ അല്ലായിരുന്ന അമ്മ ക്ലാർനെലിന് അഭിമാനത്തിന് പകരം അരക്ഷിതാവസ്ഥയാണ് അത് സമ്മാനിച്ചത്. അവർ അവനെ നിരന്തരം നിന്ദിക്കുകയും അപഹസിക്കുകയും ചെയ്തു. നീ നിൻ്റെ അച്ഛനെപ്പോലെ തന്നെയാണ്, കാണാൻ കൊള്ളാവുന്ന ഒരൊറ്റ പെൺകുട്ടി പോലും നിൻ്റെ 7 അയലത്തേക്ക് വരില്ല എന്ന് അമ്മ ഇടയ്ക്കിടെ പറയുമായിരുന്നു എന്ന് കെമ്പർ പിന്നീട് ഓർത്തെടുത്തിട്ടുണ്ട്. തൻ്റെ ഭർത്താവിനെ പോലെ താൻ വെറുക്കുന്ന ഒരാളായിട്ട് മകൻ മാറരുത് എന്നവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അവനെ തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വേണ്ടി അവർ കണ്ടുപിടിച്ച മാർഗം അവനെ ഒറ്റപ്പെടുത്തുക എന്നായിരുന്നു. എഡ്മണ്ടിന് വെറും 8 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഒരു ദിവസം ക്ലാർനെൽ അവനെ വീടിൻ്റെ ബേസ്മെൻറ്റിലേക്ക് പറഞ്ഞു വിട്ടു. ആ വീടിൻ്റെ ബേസ്മെൻറ്റിലെ സെല്ലാർ അഥവാ നിലവറ ഒരു 8 വയസ്സുകാരൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന മട്ടിലുള്ള ഒന്നായിരുന്നു. തീരെ കുടുസായിട്ടുള്ളൊരു മുറിയായിരുന്നു അത്. കഷ്ടിച്ചൊരു 10-35 അടി നീളം കാണും. തലയ്ക്ക് മുകളിലൂടെ പോകുന്ന പ്ലംബിംഗ് പൈപ്പുകൾ, ഉള്ളിലാണെങ്കിൽ കുത്തുന്ന ഇരുട്ട്. ഇതേ മുറിയുടെ ഒരു മൂലയ്ക്കലായിട്ടൊരു ഫർണസ് ഇരിപ്പുണ്ട്. ഗ്രാനൈറ്റ് പതിച്ച നിലവറയുടെ ചുവരുകളിൽ ഒന്നിൽ പോലും ജനാലകളോ കിളിവാതിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. അമ്മ പറഞ്ഞതനുസരിച്ച് ഒട്ടുമിക്ക രാത്രികളിലും ഇങ്ങനെ നിലവറയിലെ ഇരുട്ടുമുറിയിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടി വന്നിരുന്നതിനെക്കുറിച്ച് കെമ്പർ പിന്നീട് പറഞ്ഞിട്ടുള്ളത് സഹോദരിമാർ ഉറങ്ങാൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ തൻ്റെ പോക്ക് നരകത്തിലേക്കായിരുന്നു എന്നാണ്. അവിടെ ആ നിലവറയുടെ ഇരുട്ടിൽ ആദ്യ ദിവസങ്ങളിലൊക്കെ പേടിച്ചരണ്ടിരുന്ന ആ ബാലൻ പതുക്കെ ഇരുട്ടിനോടുള്ള തൻ്റെ ഭയത്തെ കീഴടക്കി. നിലവറയിലെ ഇരുട്ടിൽ തെളിഞ്ഞുകണ്ട് എന്തിനോടും വാദിക്കാനും തർക്കിക്കാനും ഒക്കെ തുടങ്ങി. പക്ഷെ അതേസമയം തന്നെ രാത്രി മുഴുവൻ ഇങ്ങനെ തന്നെ ഇരുട്ടത്ത് പാതാളക്കുഴിയിൽ അടച്ചിടുമായിരുന്ന അമ്മയോട് അവൻ്റെ മനസ്സിൽ പതുക്കെ പതുക്കെ അടങ്ങാത്ത കലിയും വളർന്നു തുടങ്ങി. മകനെ ഇങ്ങനെ നിലവറയിൽ ഇരുട്ടിൽ അടയ്ക്കുന്നതിന് അമ്മ ക്ലാർനെലിനും ഉണ്ടായിരുന്നു അവരുടേതായിട്ടുള്ള ന്യായങ്ങൾ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവൻ തൻ്റെ സഹോദരിമാരെ ഉപദ്രവിക്കും എന്നതായിരുന്നു അത്. തൻ്റെ ക്ലാസ്സിലെ ടീച്ചറോട് കെമ്പറിന് തോന്നിയ ഇഷ്ടത്തെക്കുറിച്ച് അവൻ വന്ന് സഹോദരിമാരോട് പറയുമായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തുകൂടെ ടീച്ചർക്ക് എന്ന് അവർ അവനോട് ചോദിച്ചു. ഉമ്മ വെക്കണമെങ്കിൽ ആദ്യം ടീച്ചറെ കൊല്ലേണ്ടി വരും എന്നായിരുന്നു അപ്പോഴത്തെ അവന് മറുപടി. ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു സംഭാഷണം നടന്നതിനെക്കുറിച്ച് ഈ സഹോദരിമാർ പറഞ്ഞറിഞ്ഞതാണ് അമ്മയുടെ മുൻകരുതലിന് മകനെ ഇങ്ങനെ രാത്രി ഒറ്റയ്ക്ക് സെല്ലാറിലെ ബെഡിലേക്ക് ഉറങ്ങാൻ വിടുന്നതിനൊക്കെ കാരണമായിട്ട് അവരന്ന് പറഞ്ഞത്. അത് സത്യം പറഞ്ഞാൽ പിൽക്കാലത്ത് അവൻ പ്രവർത്തിക്കാനിരുന്ന സൈക്കോ പ്രവൃത്തികളിലേക്ക് കൃത്യമായി വിരൽ ചൂണ്ടുന്ന ഒരു റെഡ് ഫ്ലാഗ് തന്നെയായിരുന്നു. എന്നാൽ കെമ്പർ കുടുംബത്തിലെ ആരും തന്നെ അതിനെ അത്ര ഗൗരവമായി എടുത്തില്ല എന്നതാണ് വാസ്തവം.
സഹോദരിമാർ മുകളിലെ സ്വർഗത്തിൽ സുഖനിദ്രയിലാണ്ടിരിക്കുമ്പോൾ നിലവറയുടെ മൂലയ്ക്കിലെ നെരിപ്പോടിൻ്റെ മിനുങ്ങു വെളിച്ചത്തിൽ ഇരുന്നു കൊണ്ട് എഡ്മണ്ട് കെമ്പർ തൻ്റെതായിട്ടുള്ള മനോരാജ്യത്തിൽ പ്ലാനിങ്ങുകളിൽ മുഴുകി നേരം ചെലവിട്ടു. പിന്നീട് സഹോദരിമാർക്കൊപ്പം ചെലവിടുന്ന പകൽ നേരങ്ങളിൽ കെമ്പർ അവരെ വളരെ വിചിത്രമായ കളികൾക്ക് പ്രേരിപ്പിച്ചു. ഗ്യാസ് ചേംബർ ഗെയിം എന്നതായിരുന്നു ഒരു കളിയുടെ പേര്. ഒരു റിക്ലൈനർ ചെയറിൽ ഇരുന്ന് സഹോദരിമാരെ കൊണ്ട് അവനവനെ വരിഞ്ഞു കെട്ടിക്കും. അതിനുശേഷം അതിനൊരു മരണക്കസേരയായി സങ്കല്പിച്ച് അതിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്നതായിട്ട് അഭിനയിക്കും. ഇതായിരുന്നു കളി. അതുപോലെ സഹോദരിമാരുടെ ബാർബി ഡോളുകളുടെ ശിരച്ഛേദമായിരുന്നു കെമ്പറിൻ്റെ മറ്റൊരു വിനോദം. ഇങ്ങനെ ശിരച്ഛേദം ചെയ്യുന്ന പാവകളെ വീടിന് പിന്നിലെ പറമ്പിൽ സെമിത്തേരി എന്ന് വിളിപ്പേരിട്ടൊരു മൂലയ്ക്കൽ കൃത്യമായ ചടങ്ങുകളോട് തന്നെ അവൻ ശവമടക്കുകയും ചെയ്തിരുന്നു. അവരുടെ വീട്ടിലൊരു സയാമീസ് പൂച്ച ഉണ്ടായിരുന്നതിന് ഒരു ദിവസം കെമ്പർ ഈ സെമിത്തേരിയിൽ കൊണ്ടുപോയി ജീവനോടെ കുഴിച്ചു മൂടി. അത് മണ്ണിനടിയിൽ കിടന്ന് വീർപ്പുമുട്ടി ചത്തു എന്ന് ഉറപ്പിച്ച ശേഷം അതിനെ പുറത്തെടുത്ത് അവൻ ഗളച്ഛേദം ചെയ്തു. ശേഷം ആ ശിരസ്സെടുത്ത് കൂർത്തൊരു കമ്പിൽ കുത്തി നിർത്തി അതിനോട് എന്തൊക്കെയോ കുറെ പ്രാർത്ഥനകളും അവൻ നടത്തി. പൂച്ചയ്ക്ക് എന്തു പറ്റിയെന്ന ചോദ്യം അമ്മയിൽ നിന്നുണ്ടായ അന്ന് അവൻ വീട്ടിലെ രണ്ടാമത്തെ വളർത്തുപൂച്ചയെ കൂടി കൊന്നുകളഞ്ഞു. ഇത്തവണ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് വാളെടുത്ത് അതിനെ വെട്ടിക്കൊല്ലുകയാണ് അവൻ ചെയ്തത്. ഇങ്ങനെ ഓരോ തവണ മൃഗങ്ങളെ ഉപദ്രവിക്കുമ്പോഴും കൊല്ലുമ്പോഴും എഡ്മണ്ടിന് ഉള്ളിൽ തരിമ്പും മനസ്താപം തോന്നിയിരുന്നില്ല. തികഞ്ഞ കൗതുകം ഒന്നു മാത്രമാണ് അയാളെ നയിച്ചത്. എഡ്മണ്ട് കെമ്പർ എന്ന സീരിയൽ കില്ലറെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഓക്സിജൻ നെറ്റ്വർക്ക് പുറത്തിറക്കിയ കെമ്പർ ഓൺ കെമ്പർ ഇൻസൈഡ് ദ മൈൻഡ് ഓഫ് എ സീരിയൽ കില്ലർ എന്ന ഡോക്യുമെൻ്ററിയുടെ ഭാഗമായിരുന്ന സുപ്രസിദ്ധ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ഡോക്ടർ ലൂയിസ് ഷ്ലെസിംഗർ നടത്തിയിട്ടുള്ള ശ്രദ്ധേയമായ നിരീക്ഷണം ഇങ്ങനെയാണ്. കൊലപാതകം ഒന്നുകൊണ്ട് മാത്രം എഡ്മണ്ട് കെമ്പർ തൃപ്തനായിരുന്നില്ല. അത് അയാൾക്കൊരു സൈക്കോസെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ നൽകാൻ തികഞ്ഞിരുന്നില്ല. എഡ്മണ്ടിനെ പോലെയുള്ള സൈക്കോകളെ നയിച്ചിരുന്നത് കൊന്നു കഴിഞ്ഞ ശേഷം നടക്കാനിരുന്ന സംഭവങ്ങളാണ്. അതായത് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു മൃഗത്തിനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ആ പരശരീരത്തിൻ്റെ അൺലിമിറ്റഡ് അൺചലഞ്ച്ഡ് പൊസഷൻ കിട്ടുകയാണ്. മരിച്ചവർക്ക് അയാൾ നടത്തുന്ന നീക്കങ്ങളെ പിന്നീട് പ്രതിരോധിക്കാൻ സാധിക്കില്ലല്ലോ. 1960-കളിൽ പ്രസിദ്ധ സൈക്കാട്രിസ്റ്റായ JM മക്ഡൊണാൾഡ് മുന്നോട്ട് വെച്ച മക്ഡൊണാൾഡ് ട്രയഡ് എന്ന ശ്രദ്ധേയമായ ഒരു ആശയമുണ്ട്. അമേരിക്കൻ ജേണൽ ഓഫ് സൈക്കാട്രിയിൽ പ്രസിദ്ധപ്പെടുത്തിയ ദ ത്രെഡ് ടു കിൽ എന്ന പഠനത്തിലാണ് അദ്ദേഹം ആദ്യമായി ഈ തിയറി മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് പറയുന്നത് 3 തരത്തിലുള്ള ചൈൽഡ്ഹുഡ് ബിഹേവിയറുകളെ ഒരുമിച്ച് പരിഗണിച്ച് വിശകലനം ചെയ്താൽ പിൽക്കാലത്ത് ഒരു വ്യക്തി ചെയ്യാൻ സാധ്യതയുള്ള ക്രിമിനൽ പെരുമാറ്റത്തെക്കുറിച്ച് നമുക്ക് ഊഹിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ്. വളർത്തുന്നതോ അല്ലാത്തതോ ആയിട്ടുള്ള മൃഗങ്ങളോടുള്ള ക്രൂരത, ചുമ്മാ എന്തിനെങ്കിലുമൊക്കെ തീ വെക്കാനുള്ള പ്രവണത, അതുപോലെ സാധാരണ ഈ പറയുന്ന പ്രായമൊക്കെ കഴിഞ്ഞ ശേഷവും കിടക്കയിൽ മുള്ളുന്ന പരിപാടി തുടർന്നു പോവുക. ഇത് 3മാണ് മക്ഡൊണാൾഡ് പറയുന്ന ചെറുപ്പത്തിലെ പെരുമാറ്റ രീതികൾ. ഈ 3-ൽ 2എണ്ണമെങ്കിലും കാണിച്ചാൽ സൂക്ഷിക്കണമെന്നായിരുന്നു ട്രയഡിലൂടെ മക്ഡൊണാൾഡ് വാദിച്ചത്. വളർത്തുമൃഗങ്ങളോട് കുട്ടിക്കാലത്ത് കെമ്പർ പ്രകടിപ്പിച്ച അക്രമാസക്ത സ്വഭാവം ഒന്നു മാത്രം മതിയായിരുന്നു അയാൾ അത്തരത്തിൽ പ്രൊഫൈൽ ചെയ്യപ്പെടാൻ. എന്നാൽ നിർഭാഗ്യവശാൽ അന്ന് അതുണ്ടാകുന്നില്ല. അതേസമയം ഈ മക്ഡൊണാൾഡ്സ് ട്രയഡ് നിലവിൽ ഒബ്സലീറ്റ് ആയി കഴിഞ്ഞ ഒരു ഇവാലുവേഷൻ മെട്രിക്സ് ആണ് എന്നതും വസ്തുതയാണ്. നിലവിൽ കണ്ടക്ട് ഡിസോർഡർ പോലെയുള്ള മനോവൈകര്യങ്ങളെ കണ്ടെത്താൻ വേണ്ടി മക്ഡൊണാൾഡ്സ് ട്രയഡിന് പകരമായി ഉപയോഗിക്കപ്പെടുന്നത് DSM-5, അതായത് ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ് എന്ന പദ്ധതിയാണ്. അതിലവർ പരിശോധിക്കുന്നത് കുട്ടികളിലെ കുറ്റബോധം തെല്ലുമില്ലായ്ക, സഹജീവികളോട് എമ്പതി ഇല്ലാതിരിക്കുക, പഠിക്കുന്നിടത്തോ ജോലിസ്ഥലത്തോ ഉള്ള പ്രകടനത്തെക്കുറിച്ച് തെല്ലും ആശങ്കയോ കരുതലോ ഒന്നും ഇല്ലാതിരിക്കുക തുടങ്ങിയ ലക്ഷണങ്ങളാണ്. ബാല്യത്തിൽ പരിചരിക്കപ്പെടാതെ പോകുന്ന കണ്ടക്ട് ഡിസോർഡറുകളാണ് പിന്നീട് യൗവനത്തിൽ ആൻറ്റി സോഷ്യൽ പേഴ്സണൽ ഡിസോർഡറായിട്ട് മാറുന്നതും കൈവിട്ടു പോകുന്നതും. എഡ്മണ്ടിന് വയസ്സ് 15 തികഞ്ഞപ്പോൾ തന്നെ അമ്മ അവനെ തൻ്റെ ചിറകിന് കീഴിൽ നിന്ന് പറിച്ചു മാറ്റി. കാലിഫോർണിയയിലെ സിയറ നെവാഡ മലനിരകളെ ചിതുവിലായി കിടക്കുന്ന ഒരു 17 ഏക്കർ ഫാം ഹൗസിലാണ് അവൻ്റെ അച്ഛൻ എഡ്മണ്ട് കെമ്പർ സീനിയറും അച്ഛമ്മ മൗഡും താമസിച്ചിരുന്നത്. എഡ്മണ്ട് കാണിക്കുന്ന വികൃതികൾക്കും കുറുമ്പുകൾക്കും ഒരു അവസാനമുണ്ടാകണം. അതിന് അച്ഛൻ്റെ കീഴിൽ അവൻ ഇത്തിരി അച്ചടക്കം പാലിച്ചാലേ ശരിയാകൂ എന്ന് അവൻ്റെ അമ്മ കരുതി കാണും. എന്നാൽ ആ റാഞ്ചിലേക്ക് ചെല്ലുന്ന അവൻ കാണുന്നത് വീട്ടിൽ കണ്ടു ശീലിച്ച അമ്മയുടെ മറ്റൊരു പ്രതിരൂപത്തെയാണ്. അത് അവൻ്റെ രോഷം ഇരട്ടിപ്പിച്ചു. അമ്മയെപ്പോലെ തന്നെ പ്രൗഢഗംഭീരയായിട്ടുള്ള സ്ത്രീ ആയിരുന്നു അവൻ്റെ അച്ഛമ്മയും. വീട്ടിൽ അമ്മ അവനെ എങ്ങനെ നിയന്ത്രിച്ചു നിർത്താൻ ശ്രമിച്ചിരുന്നു, അങ്ങനെ തന്നെ അച്ഛമ്മ മൗഡും തുടർന്നുപോയി. റാഞ്ചിന് പുറത്തേക്ക് കാലെടുത്തു വെക്കാൻ അവർ അവനെ അനുവദിച്ചിരുന്നില്ല. എന്തിനും ഏതിനും കണ്ണുപൊട്ടുന്ന ചീത്ത പറയും. ആദ്യമൊക്കെ അവൻ്റെ അച്ഛന് അവന് വലിയ കാര്യമായിരുന്നു. അച്ഛനിൽ നിന്ന് അന്ന് അവനൊരു .22 കാലിബർ റൈഫിൾ സമ്മാനമായി കിട്ടുക പോലും ഉണ്ടായി. എന്നാൽ ആ റൈഫിൾ കൊണ്ട് വേട്ടയാടാൻ അനുവാദം ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായിട്ടുള്ള സകല കിളികളെയും നിഷ്കരണം വെടിവെച്ച് അവൻ നാട്ടിലൊരു ശല്യക്കാരനായി മാറിയതോടെ അദ്ദേഹം അത് തിരികെ വാങ്ങിവെച്ചു. പിന്നെ ആഴ്ചകളോളം അത് പിടിച്ചു വെച്ച ഒടുവിൽ അവന് സൽബുദ്ധി ഉദിച്ചു കാണുമെന്ന് തോന്നിയപ്പോൾ അച്ഛൻ തന്നെ അത് തിരികെ കൊടുക്കുകയും ചെയ്തു. ഇതേ ഫാം ഹൗസിൽ വെച്ചാണ് എഡ്മണ്ട് കെമ്പർ എന്ന സീരിയൽ കില്ലർ തൻ്റെ ആദ്യത്തെ കൊലപാതകം പ്രവർത്തിക്കുന്നത്. അത് സംഭവിക്കുന്നത് തികച്ചും സാധാരണമായിട്ടുള്ളൊരു വേനൽക്കാല പ്രഭാതത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 1964 ഓഗസ്റ്റ് 27 ഇതേ നോർത്ത് ഫോർക്ക് റാഞ്ചിലെ അവൻ്റെ തറവാട്ട് വീട്ടിലെ അടുക്കളയിൽ വെച്ചാണ്. കെമ്പറുടെ അച്ഛമ്മ മൗഡ് തൻ്റെ കിച്ചൺ ടേബിളിലിരുന്ന് ബോയ്സ് ലൈഫ് എന്നൊരു മാസികയുടെ കൈയെഴുത്തു പ്രതി എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഭർത്താവ് എഡ്മണ്ട് കെമ്പർ സീനിയർ പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിൽ പോയ നേരമാണ്.
അടുക്കളയിലേക്ക് കടന്നു വരുന്ന എഡ്മണ്ട് ഫ്രിഡ്ജ് തുറന്ന് അകത്ത് തിന്നാൻ വല്ലതുമുണ്ടോ എന്ന് പരിശോധിച്ചു. അപ്പോഴാണ് അച്ചമ്മയിൽ നിന്ന് അവൻ്റെ നേർക്ക് പരിഹാസം നിറഞ്ഞ ഒരു കമൻറ്റ് പുറപ്പെടുന്നത്. മൂക്കുമുട്ട തിന്നുക, ഉച്ചയിൽ വെയിലടിക്കുന്നവരെ കിടന്നുറങ്ങുക, ഈ വീടിനോ നാടിനോ 5 കാശിന് ഉപകാരമുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊട്ടില്ല താനും. ഇങ്ങനൊരു കമൻറ്റ് കേട്ടതും എഡ്മണ്ടിൻ്റെ ഉച്ചിയിലേക്ക് രക്തം ഇരച്ചു കയറി. പെട്ടെന്ന് അവന് തൻ്റെ അമ്മയെ ഓർമ്മ വന്നു. ഇതുപോലെ തന്നെയാണല്ലോ അവർ തന്നെ പണ്ട് മുതലേ അപമാനിച്ചിരുന്നത് എന്ന് ഓർത്തപ്പോൾ അവൻ്റെ തല പെരുക്കുന്നത് പോലെ തോന്നി. ഒരക്ഷരം മിണ്ടാൻ നിൽക്കാതെ അവൻ തന്നെ മുറിയിലേക്ക് തിരികെ പോയി. എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എഡ്മണ്ട് തിരികെ കിച്ചണിലേക്ക് മടങ്ങിയെത്തി. അവൻ്റെ കയ്യിലപ്പോൾ അച്ചച്ചൻ അവന് വേട്ടയ്ക്ക് പോകാൻ സമ്മാനിച്ച അതേ .22 കാലിബർ റൈഫിൾ ഉണ്ടായിരുന്നു. കൊച്ചുമോൻ ഇങ്ങനെ റൈഫിളും കയ്യിലേന്തി വരുന്നത് കണ്ടിട്ടും അച്ചമ്മയ്ക്ക് വിശേഷിച്ചൊന്നും തോന്നിയില്ല. വേട്ടയ്ക്ക് പോകുന്നതൊക്കെ കൊള്ളാം, നാട്ടിലെ സകല പക്ഷികളെയും വെടിവെച്ചിട്ട് കേസും കൊണ്ട് തിരികെ വരരുത് എന്ന് അവർ തൻ്റെ പതിവ് കർക്കശ സ്വരത്തിൽ അവന് മുന്നറിയിപ്പ് നൽകി. എഡ്മണ്ട് നേരെ ആ തോക്കും കൊണ്ട് അച്ചമ്മയുടെ തൊട്ടടുത്ത് ചെന്ന് അവർക്ക് നേരെ ആ റൈഫിൾ ചൂണ്ടി ട്രിഗർ വലിച്ചു. ആദ്യത്തെ ഉണ്ട അവരുടെ നെറ്റി തുളച്ചുകൊണ്ട് കടന്നുപോയി. അവൻ്റെ കലി എന്നിട്ടും അടങ്ങിയില്ല. മറിഞ്ഞു വീണ അവരുടെ പുറം ലക്ഷ്യമാക്കി 2 ബുള്ളറ്റുകൾ കൂടി അവൻ പായിച്ചു. മരിച്ചു എന്ന് ഉറപ്പിച്ച ശേഷം അവൻ തൻ്റെ അച്ചമ്മയുടെ മൃതദേഹം വലിച്ചിഴച്ച് അവരുടെ കിടപ്പറയിലെത്തിച്ച് അവിടുത്തെ അലമാരയിൽ ഇട്ടടച്ചു. അച്ചച്ചൻ എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റിൽ നിന്ന് മടങ്ങി വരാമെന്ന് അവൻ അറിയാമായിരുന്നു. അച്ചമ്മ വെടിയേറ്റ് മരിച്ചു കിടക്കുന്നത് നേരിൽ കാണേണ്ടി വന്നാൽ അത് അച്ചച്ചന് വലിയ വിഷമമുണ്ടാക്കുമെന്ന് അവന് തോന്നി. അപ്പോൾ പിന്നെ അത് ഒഴിവാക്കാൻ വേണ്ടി അച്ചച്ചനെ കൂടി അങ്ങ് കൊന്നേക്കാമെന്ന് അവൻ കരുതി. കയ്യിൽ റൈഫിളും പിടിച്ച് അച്ചച്ചൻ്റെ കാർ വരുന്നതെന്ന് നോക്കി ജനാലയ്ക്കൽ അവൻ കാത്തിരുന്നു. വീട്ടിലേക്കുള്ള വഴി അച്ചച്ചൻ്റെ കാർ വരുന്നത് കണ്ടപ്പോൾ അവൻ ഓടി ഉമ്മറത്തേക്ക് ചെന്നു. കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് തന്നെ അദ്ദേഹത്തെ അവൻ വെടിവെച്ച് വീഴ്ത്തി. അതിനുശേഷം കെമ്പർ ആ ബോഡി വലിച്ചിഴച്ച് ഗാരേജിലേക്ക് കൊണ്ടുപോയി അവിടെ ഒളിപ്പിച്ചു. എന്നിട്ട് നേരെ അകത്തേക്ക് നടന്നു ചെന്ന് ടെലിഫോൺ എടുത്ത് അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞു. പരിഭ്രാന്തയായ അമ്മ ഉടനെ തന്നെ പോലീസിൽ വിളിച്ചു പറഞ്ഞു. ലോക്കൽ പോലീസ് ഉടനടി റാഞ്ചിലെത്തി നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച എഡ്മണ്ട് കെമ്പർ യാതൊരു കൂസലും കൂടാതെ ആ വീടിൻ്റെ പോർച്ചിൽ കാലുമാട്ടിയാട്ടി ഇരിക്കുകയാണ്. പോലീസുകാർ ചോദിച്ചപ്പോൾ താൻ പ്രവർത്തിച്ച കാര്യങ്ങളെക്കുറിച്ച് അണുവിട പോലും വിട്ടുപോകാതെ അവൻ ആവർത്തിച്ചു പറഞ്ഞു. എന്തിനായിരുന്നു ഈ കടുങ്കൈ എന്ന ചോദ്യത്തിന് കെമ്പർ അന്ന് നൽകിയ മറുപടി പിന്നീട് അങ്ങോട്ട് ഫോറൻസിക് സൈക്കോളജിയിൽ ഏറ്റവും അധികം ആവർത്തിക്കപ്പെട്ട ഒന്നാണ്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു സീ വാട്ട് ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ടു കിൽ ഹർ. ചുമ്മാ അവരെ കൊന്നാൽ എങ്ങനെ ഇരിക്കും എന്നൊന്നറിയാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്നായിരുന്നു കെമ്പറുടെ മറുപടി. എഡ്മണ്ട് കെമ്പറെ പിന്നീട് ചികിത്സിച്ചിട്ടുള്ള മേർഡർ ആൻഡ് മാഡ്നസ് എന്ന പേരിൽ അതേപ്പറ്റി ഒരു പഠനം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഡോക്ടർ ഡൊണാൾഡ് ലണ്ടെ ഈ കൊലപാതകങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് തനിക്ക് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നുമൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള തിരസ്കാരങ്ങളോടുള്ള പ്രതികാരം എന്ന നിലയ്ക്കാണ് ഈ കൊലകൾ നടത്തിയത് എന്നാണ്. 1948 ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ അന്ന് തൊട്ട് എഡ്മണ്ട് കെമ്പർ സ്വന്തം അമ്മയിൽ നിന്ന് അക്യുമുലേറ്റ് ചെയ്ത തിക്തതകളുടെ ഫലം അനുഭവിക്കേണ്ടി വന്നത് സിയറ നെവാഡയിലെ വിജനമായ റാൻസിൽ ആരെയും ശല്യം ചെയ്യാതെ സ്വൈരമായി താമസിച്ചു പോന്നിരുന്ന വൃദ്ധ ദമ്പതികൾക്കായിപ്പോയി എന്ന് മാത്രം. പോലീസ് എഡ്മണ്ട് കെമ്പറെ ആദ്യം അടയ്ക്കുന്നത് കാലിഫോർണിയ സ്റ്റേറ്റിൻ്റെ ദുർഗുണ പരിഹാര പാഠശാലയിലാണ്. കാലിഫോർണിയ യൂത്ത് അതോറിറ്റിയിലെ സൈക്കാട്രിസ്റ്റുകൾ അവന് പാരനോയിഡ് സ്കിസോഫ്രീനിയാണെന്ന് സ്ഥിരീകരിച്ചതോടെ 1964 ഡിസംബർ 6-ാം തീയതി അറ്റാസ്കാഡ്രോ സ്റ്റേറ്റ് ഹോസ്പിറ്റലിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് അവൻ പറഞ്ഞയക്കപ്പെടുന്നു. അവനെപ്പോലെ പ്രായപൂർത്തിയായിട്ടില്ലാത്തൊരു കൗമാരക്കാരന് ഒരു തരത്തിലും യോജിക്കുന്ന ഒരിടമായിരുന്നില്ല മുതിർന്നവരെ പാർപ്പിക്കുന്ന ആ ഹൈ സെക്യൂരിറ്റി ഫെസിലിറ്റി. ഏകദേശം 1600ഓളം ഇൻമേറ്റ്സ് ഉണ്ടായിരുന്നതിൽ 24 പേർ കൊലപാതകികളാണ്, 800-ലധികം പേർ സെക്സ് ഒഫൻഡർമാരും. എഡ്മണ്ടിന് അന്ന് വയസ്സ് 15 ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അവൻ 6.5 അടിയിലധികം ഉയരവും സാമാന്യത്തിൽ കവിഞ്ഞ ശരീരവലിപ്പവും ഉണ്ടായിരുന്നതുകൊണ്ട് ആരും അവനെ ഉപദ്രവിക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. അവിടെ വെച്ച് കെമ്പറുടെ തലച്ചോറിനെ കുറെ കൂടി അടുത്തറിയാൻ ശ്രമിച്ചപ്പോൾ ഡോക്ടർമാർ ഞെട്ടിപ്പോയി. അയാളുടെ IQ 136 ശരാശരിയേക്കാളൊക്കെ എത്രയോ മേലെ. നമ്മൾ ജീനിയസ് എന്നൊക്കെ വിളിക്കുന്ന ലെവൽ IQ. ആദ്യം ഡോക്ടർമാർ അത് വിശ്വസിച്ചില്ല. ആദ്യത്തെ തവണ പരിശോധിച്ചപ്പോൾ എന്തോ പിഴവ് പറ്റിയതാണെന്ന് കരുതി അവർ IQ ടെസ്റ്റ് വീണ്ടും നടത്തി. രണ്ടാമത്തെ ടെസ്റ്റിൽ അത് 136-ൽ നിന്ന് പിന്നെയും കൂടി 145 അങ്ങനെ നിയന്ത്രണം ഒട്ടുമില്ലാത്തൊരു മനസ്സിൻ്റെ ഉടമയായിരുന്നില്ല എഡ്മണ്ട്. അയാൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. പോകെ പോകെ ഈ സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ അയാൾ ആസ്വദിക്കാൻ തുടങ്ങി. അയാൾ ഈ ടെസ്റ്റുകളോട് സഹകരിച്ചു എന്ന് മാത്രമല്ല ആശുപത്രിയിലെ റിസർച്ച് സ്റ്റാഫുകളെ അവരുടെ ഗവേഷണങ്ങളിൽ സഹായിക്കാൻ കൂടി അയാൾ തുടങ്ങി. ദ മിന്നസോട്ട മൾട്ടിഫെസിക് പേഴ്സണാലിറ്റി ഇൻവെൻട്രി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു സുപ്രധാന സൈക്കോളജിക്കൽ ടെസ്റ്റിന് ഓവർട്ട് ഹോസ്റ്റിലിറ്റി സ്കെയിൽ എന്ന പേരിൽ പുതിയൊരു സ്കെയിൽ തന്നെ വികസിപ്പിച്ചെടുക്കാൻ അന്ന് നടന്ന നിരവധി പരീക്ഷണങ്ങളുടെ ടെസ്റ്റ് ഫേസുകളിൽ കെമ്പർ അവരോട് സഹകരിച്ചിട്ടുണ്ട്. ഈ ചിത്രകാശുപത്രിയിലെ വാസം എഡ്വേർഡ് കെമ്പറെ ഒരു വിധത്തിലും സുഖപ്പെടുത്തുന്നുണ്ടായിരുന്നില്ല. മറിച്ച് ആശുപത്രിയിലെ അസസ്മെൻറ്റ് രീതികൾ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കുക മാത്രമാണ് അന്ന് അയാൾ ചെയ്തത്. സാധാരണ ഒരാൾ പുതിയൊരു ഭാഷ എങ്ങനെ പഠിച്ചെടുക്കുമോ അങ്ങനെ കെമ്പർ സൈക്കോളജിയുടെ സങ്കീർണമായ അടരുകളെ ഇഴകീറി പഠിച്ചെടുത്തു.
ഡോക്ടർമാർ ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും ആ ചോദ്യത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് മുൻകൂർ മനസ്സിലാക്കി ഡോക്ടർമാർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നല്ല ഉത്തരങ്ങൾ അയാൾ പറഞ്ഞു ശീലിച്ചു. FBI പ്രൊഫൈലറായിരുന്ന ജോൺ ഡഗ്ലസ് പിന്നീട് ഇക്കാര്യം പരാമർശിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഡോക്ടർമാരെ എഡ്മണ്ടിനെ മനസ്സിലാക്കിയതിൻ്റെ 10 ഇരട്ടി അയാൾ ഡോക്ടർമാരുടെ പദ്ധതികളെ മനസ്സിലാക്കി. തൻ്റെ മാനസികാവസ്ഥ മെച്ചപ്പെടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് തന്നെ ഇങ്ങനെ ഇവർ ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്ന കെമ്പർ ആ ചോദ്യങ്ങൾക്കുള്ള കറക്റ്റ് ആൻസർ തന്നെ പറഞ്ഞു. കെമ്പർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ച ഡോക്ടർമാർക്ക് മുന്നിൽ അയാൾ ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള പേഷ്യൻസ് എങ്ങനെ പെരുമാറുമോ അതുപോലെ തന്നെ പെരുമാറി. ആ അഭിനയം മനസ്സിലാക്കാൻ ഡോക്ടർമാർക്ക് സാധിച്ചില്ല. അവർ അവനെ കണ്ണടച്ച് വിശ്വസിച്ചു. സത്യത്തിൽ എഡ്മണ്ട് കെമ്പറിൻ്റെ ശരിക്കുള്ള ട്രെയിനിങ് നടന്നിരുന്നത് ഈ അസൈലത്തിൽ അയാൾ ചെലവിട്ട രാത്രികളിലാണ്. അവിടെ ഉണ്ടായിരുന്ന ഇൻമേറ്റ്സിൽ പാതിയോളം പേരും സെക്ഷൽ ഒഫൻഡർമാരായിരുന്നു. ഇവർ തമ്മിൽ രാത്രികളിൽ അവരുടെ പൂർവ്വകാല ചരിത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. ഈ ചർച്ചകളിൽ ഈ റേപ്പിസ്റ്റുകൾ പലരും അവർ ചെയ്ത കുറ്റകൃത്യങ്ങൾ ഒരു ഒളിവും മറവും സെൻസറിങ്ങും ഇല്ലാതെ വിവരിച്ചിരുന്നു. ഒരു തരത്തിലുള്ള ഫിൽറ്ററിങ്ങും കൂടാതെ പറഞ്ഞിരുന്ന ഈ കഥകൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എഡ്മണ്ടിന് രോമാഞ്ചമോ ആവേശമോ ഒന്നുമല്ല തോന്നിയത്. അവർ ഓരോരുത്തരും വിശദമായി വിവരിച്ച കുറ്റകൃത്യങ്ങളുടെ എല്ലാം ഫൈൻ ഡീറ്റെയിൽസിലേക്കായിരുന്നു അയാളുടെ ഫോക്കസ്. അവർ ചെയ്ത ക്രൂരതകൾ എങ്ങനെയാണ് അവർ സാധിച്ചത്, പിന്നീട് എന്ത് അബദ്ധം പ്രവർത്തിച്ചപ്പോഴാണ് അവർ പിടിക്കപ്പെട്ടത്, അങ്ങനെ പിടിക്കപ്പെടാതിരിക്കണമായിരുന്നു എങ്കിൽ അവരെന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, ഇതൊക്കെ ഇയാൾ വീണ്ടും വീണ്ടും മനസ്സിലിട്ട് തിരിച്ചും മറിച്ചും ചിന്തിച്ച് കണ്ടെത്തുന്നു. ഒക്കെയും തന്നെ മാഗ്നറ്റിക് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുകയും ചെയ്തു. എഡ്മണ്ട് കെമ്പർ അന്ന് അവിടെ കേട്ട കുറ്റകൃത്യങ്ങൾ പലതും കുഞ്ഞുനാൾ തൊട്ടേ അയാൾ കണ്ടുകൊണ്ടിരുന്ന ഫാൻറ്റസികൾ കൂടിയായിരുന്നു. അങ്ങനെ ദീർഘകാലമായി തുടർന്നു വന്ന നല്ല നടപ്പിനൊടുവിൽ ജയിലിലെ സൈക്കോളജിസ്റ്റുകളെയും സൈക്കാട്രിസ്റ്റുകളെയും വരെ കബളിപ്പിച്ചു കളഞ്ഞ അഭിനയ പാടവത്തിൻ്റെ ബലത്തിൽ എഡ്മണ്ട് കെമ്പറിനെ തേടി ആ സന്തോഷ വാർത്തയെത്തി. 6 വർഷത്തെ ചിത്തരോഗാശുപത്രി വാസത്തിനൊടുവിൽ 1969 ഡിസംബർ 18 തൻ്റെ 21ാം പിറന്നാൾ ദിനത്തിൽ എഡ്മണ്ട് കെമ്പർ അസൈലത്തിൽ നിന്ന് മോചിതനായി. കാലിഫോർണിയയിലെ നീതിന്യായ വ്യവസ്ഥ അപ്പോൾ കരുതിയത് ആ കൊടിയ സൈക്കോപാത്ത് അത്രയും കാലത്തെ മനോരോഗ ചികിത്സയ്ക്ക് ശേഷം തൻ്റെ അക്രമവാസനകളിൽ നിന്ന് മുക്തി നേടി എന്നാണ്. അയാൾ റീഹാബിലിറ്റേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ്. എന്നാൽ ആ നിഗമനം പൂർണ്ണമായും തെറ്റായിരുന്നു. അയാളുടെ മനസ്സിനുള്ളിലെ സാത്താൻ തരിമ്പും അടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആ സാത്താൻ അതിൻ്റെ സകല വീര്യവും തുളുമ്പി നിൽക്കുന്ന 21ാം വയസ്സിൽ സ്റ്റേറ്റ് എഡ്മണ്ട് കെമ്പറെ സർവ്വതന്ത്ര സ്വതന്ത്രനായി തിരികെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. വർഷങ്ങളായി ആരെ കൊല്ലാൻ വേണ്ടിയാണോ അയാളുടെ കൈകൾ തരിച്ചിരുന്നത് ആ വ്യക്തിയുടെ മുന്നിലേക്ക്, സ്വന്തം അമ്മ ക്ലാരനിനടുത്തേക്ക്. 70കളിലെ സാന്താക്രൂസ് പട്ടണം ഒരു സ്വപ്ന നഗരി തന്നെയായിരുന്നു. പ്രശാന്ത സുന്ദരമായ ഒരു കോളേജ് ടൗൺ. ഹിപ്പി കൾച്ചറിൽ ആവേശം കൊണ്ടിരുന്ന അമേരിക്കൻ യുവത്വത്തിന് പൂത്തുലയാൻ പറ്റിയ ഒരിടം. സെക്യൂർ മരങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്തിരുന്ന ആരെയും വിടർന്ന കൈകളോടെ മാത്രം സ്വീകരിച്ചിരുന്ന സർവകലാശാല ക്യാമ്പസ്. വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു കൾച്ചറായിരുന്നു അവിടെ. പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹം. കോളേജ് വിദ്യാർത്ഥികൾ ഒരു ഭയാശങ്കകളും കൂടാതെ അപരിചിതരിൽ നിന്ന് ലിഫ്റ്റ് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയിക്കൊണ്ടിരുന്ന കാലം. അന്ന് അതൊക്കെ വളരെ സ്വാഭാവികമായിരുന്നു. റോഡരികിൽ നിന്ന് എതിരെ വരുന്ന വണ്ടിക്ക് നേരെ തള്ളവിരൽ ഉയർത്തി ഒന്ന് കൈവീശിയാൽ മതി, സൗജന്യ സവാരി തരപ്പെട്ടിരുന്നു അന്നൊക്കെ. ഒരു ഭയവും സംശയവും വേണ്ട. ഈ സാന്താക്രൂസിലേക്കാണ് തൻ്റെ മെൻ്റൽ അസൈലത്തിൽ നിന്ന് അമ്മയുടെ അടുത്തേക്കുള്ള എഡ്മണ്ട് കെമ്പറുടെ തിരിച്ചുവരവ്. അപ്പോഴേക്കും അവൻ്റെ അമ്മ ക്ലാരനൽ തൻ്റെ 3ാമത്തെ ഭർത്താവിൽ നിന്നും വിവാഹമോചനം നേടിക്കഴിഞ്ഞിരുന്നു. അവർ അപ്പോഴേക്കും കാലിഫോർണിയ സർവകലാശാലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ജോലിയും തരപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ അമ്മയുടെ അടുത്തേക്ക് മടങ്ങി വന്ന എഡ്മണ്ട് പക്ഷേ വീണ്ടും വിധേയനാക്കപ്പെട്ടത് കുട്ടിക്കാലത്ത് അയാൾക്ക് നേരിടേണ്ടി വന്നതിൻ്റെ 10 ഇരട്ടിയെങ്കിലും മാനസിക പീഡനങ്ങൾക്കാണ്. നിരന്തരം അമ്മ മകൻ്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന വിധത്തിൽ സംസാരിച്ചു. അവനെ തുടർച്ചയായി വഴക്കു പറഞ്ഞു. തൻ്റെ മുൻ ഭർത്താക്കന്മാരെ അവരെങ്ങനെ ഭ്രാന്ത് പിടിപ്പിച്ചിരുന്നോ അത് തന്നെ മകൻ്റെ നേർക്കും അവർ ആവർത്തിച്ചു. 1971 എഡ്മണ്ടിന് കാലിഫോർണിയ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷനിൽ ഒരു ജോലി തരപ്പെട്ടു. ഈ ലാവണം അയാൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്ന് പകർന്നു കൊടുത്തു. അവിടുത്തെ മാപ്പുകളിൽ മുഖം പൊഴുത്തിയിരുന്ന അയാൾ വളരെ കുറഞ്ഞ കാലം കൊണ്ട് ആ പ്രവിശ്യയിലെ ചെറുതും വലുതുമായിട്ടുള്ള സകല ഊടുവഴികളും മനഃപ്പാടമാക്കി. മറ്റാരും പോയി നോക്കാൻ പോലും ധൈര്യപ്പെട്ടിട്ടില്ലാത്ത, പലപ്പോഴും ഒരൊറ്റ കാറിന് പോകാൻ മാത്രം വീതിയുള്ള പല റോഡുകളും അങ്ങനെ അയാൾ ഹൃദിസ്ഥമാക്കി. ഏറ്റവും വിജനമായ വഴികൾ ഏതൊക്കെയാണെന്ന് അയാൾ പോയി കണ്ടെത്തി കൃത്യമായി പഠിച്ചു വെച്ചു. പിന്നെ ഈ വഴികളിലൂടെ കാറുമായി പോയി ലിഫ്റ്റ് അടിച്ചു പോകാൻ നിൽക്കുന്ന ഹിച്ച് ഹൈക്കർമാരെ ഇയാൾ ലക്ഷ്യം വെച്ചു തുടങ്ങി. തുടക്കത്തിൽ അയാൾ വിശേഷിച്ച് അപകടകരമായ ഒന്നും തന്നെ പ്രവർത്തിച്ചില്ല. അവിടെ സ്ഥിരമായി നടക്കുന്നത് പിന്തുടർന്നു. കൈ കാണിക്കുന്ന ഹിച്ച് ഹൈക്കർമാർക്ക് ഇയാൾ ലിഫ്റ്റ് കൊടുക്കും. അവരെ ഇവർ പറയുന്ന ഇടങ്ങളിൽ സുരക്ഷിതമായിട്ട് ഇറക്കി വിടുകയും ചെയ്യും. എന്നാൽ ഓരോ ഹിച്ച് ഹൈക്കറെ പിക്കപ്പ് ചെയ്യുമ്പോഴും അയാൾക്കൊപ്പം കെമ്പർ താൻ നടത്താൻ പോകുന്ന കൊലപാതകത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ റിഹേഴ്സ് ചെയ്യുകയായിരുന്നു. സത്യത്തിൽ ഏകദേശം 150ലധികം ഹിച്ച് ഹൈക്കർമാരെ ഇതുപോലെ പിക്കപ്പ് ചെയ്ത് താൻ അവർക്ക് പോകേണ്ട ഇടങ്ങളിൽ സുരക്ഷിതമായി എത്തിച്ചിട്ടുണ്ട് എന്ന് പിന്നീട് കെമ്പർ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. വല്ലാത്തൊരു പ്രതിസന്ധിയായിരുന്നു കെമ്പറുടെ മനസ്സിൽ. ഒരു വശത്ത് ശാരീരികമായിട്ട് തൃഷ്ണകൾ കാരണം അയാൾ സ്ത്രീകളോട് അടുപ്പം സ്ഥാപിക്കാനും അവരിൽ നിന്ന് ഇമോഷണൽ അല്ലെങ്കിൽ സെക്ഷൽ ഇൻറ്റിമസി നേടിയെടുക്കാനും ആഗ്രഹിച്ചു.
എന്നാൽ മറുവശത്ത് തന്നെ നിരന്തരം അപമാനിച്ചുകൊണ്ടിരുന്ന, ബുള്ളി ചെയ്തുകൊണ്ടിരുന്ന അമ്മയോടുള്ള ഒരു വെറുപ്പും ക്രോധവും ഒക്കെ അനുദിനം ഇരട്ടിച്ചു കൊണ്ടുവന്നു. അമ്മയോടുണ്ടായിരുന്ന വിദ്വേഷം പതിയെ സ്ത്രീവർഗത്തോട് ഒന്നടങ്കമുള്ള വിരോധമായിട്ട് മാറി. കാറിൽ ലിഫ്റ്റ് കൊടുക്കുന്ന സ്ത്രീകളോട് അടുപ്പം സ്ഥാപിക്കാൻ അയാൾ നടത്തിയ ശ്രമങ്ങളൊന്നും തന്നെ വിജയിച്ചില്ല. ചെറുപ്പം മുഴുവൻ അമ്മയാൽ ഇമോഷണൽ അബ്യൂസ് ചെയ്യപ്പെട്ട, ബാല്യം മുഴുവൻ വീടിൻ്റെ ബേസ്മെൻറ്റിലെ ഇരുട്ടറയിലും കൗമാരം മുഴുവൻ ചിത്തരോഗ ആശുപത്രിയിലും ചെലവിട്ട കെമ്പർക്ക് സ്ത്രീകളോട് ആരോഗ്യകരമായൊരു സംഭാഷണം നടത്തേണ്ടത് എങ്ങനെയെന്ന് പോലും അറിയില്ലായിരുന്നു. അതിന് ശ്രമിച്ചപ്പോഴൊക്കെ അയാൾ ഒരു കോമാളിയായിട്ട് മാറി. കണ്ടുമുട്ടുന്ന സുന്ദരികളുടെ ഓരോ വാക്കും അയാളുടെ നെഞ്ചിൽ പെരുമ്പറയായി മുഴങ്ങി. അവരുടെ അപ്രതീക്ഷിതമായ ഓരോ ചിരിയും അയാളെ ഞെട്ടിച്ചു. അയാളുടെ പ്രതികരണങ്ങളിൽ വല്ലാത്തൊരു അസ്വാഭാവികത കടന്നു വന്നു. കെമ്പറിൻ്റെ ഈ പടവെടുപ്പ് കാണുന്ന യുവതികൾ ഒന്നില്ലാതെ നിർദ്ദയം അയാളെ റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. തുടർച്ചയായി ഈ റിജക്ഷനുകൾ അയാളുടെ ജീവിതത്തിൽ അന്നോളം ഉണ്ടായിരുന്ന കൈപ്പേറിയ അനുഭവങ്ങൾക്ക് മേലെ കുമിഞ്ഞുകൂടാൻ തുടങ്ങിയപ്പോൾ അതയാളെ വല്ലാതെ അസ്വസ്ഥനാക്കി. അയാളൊരു പൊട്ടിത്തെറിയുടെ വക്കിൽ വരെ എത്തി. ഒരു യെല്ലോ ഫോർഡ് ഗാലക്സി ആയിരുന്നു അന്നത്തെ കെമ്പറുടെ കാർ. ജോലി ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നുവെങ്കിലും അയാൾ തൻ്റെ കാറിൽ പതിപ്പിച്ചത് അതിനേക്കാൾ സ്വീകാര്യതയുള്ള മറ്റൊരു സ്റ്റിക്കറാണ്. അമ്മയുടെ സഹായത്തോടെ തരപ്പെടുത്തിയ ഒരു യൂണിവേഴ്സിറ്റി പാർക്കിംഗ് സ്റ്റിക്കർ. റോഡരികിൽ നിന്ന് വഴിയെ പോകുന്ന വാഹനങ്ങൾക്ക് കൈകാട്ടുന്ന ഏതൊരു ഹിച്ച് ഹൈക്കർക്കും ഈ സ്റ്റിക്കർ കാണുമ്പോൾ വല്ലാത്തൊരു സുരക്ഷിതത്വം അനുഭവപ്പെടുമായിരുന്നു. 1972 മെയ് 7 തൻ്റെ പതിവ് സഞ്ചാരത്തിനിടയിൽ ബെർക്ലിയിലേക്ക് പോകും വഴി അയാൾ മേരി ആൻ അനീറ്റ എന്നു പേരുള്ള 2 യുവതികളെ കണ്ടുമുട്ടുന്നു. ഫ്രെസ്നോ സ്റ്റേറ്റ് കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു ഇവർ രണ്ടുപേരും. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ലിഫ്റ്റ് അടിച്ചു പോകാൻ നോക്കുന്നതിനിടയിലാണ് കെമ്പറിൻ്റെ വണ്ടി അതിലെ വന്നത്. അവർ കൈകാണിച്ചു നിർത്തി. അയാൾ വണ്ടി നിർത്തി. അവരതിൽ കയറുകയും ചെയ്തു. അവരെ ആളൊഴിഞ്ഞൊരു ഏരിയയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം അയാൾ അനിറ്റയെ ആ കാറിൽ തന്നെ വിലങ്ങിന് ബന്ധിച്ചു നിർത്തി. ശേഷം മേരി ആനിനെ തോക്കും ചൂണ്ടി കാട്ടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് അവളെ അയാൾ തലങ്ങും വിലങ്ങും കുത്തി. തിരികെ കാറിനുള്ളിലേക്ക് മടങ്ങി വന്ന ശേഷം അയാൾ അനിറ്റയെയും ഇതേപോലെ പലതവണ കുത്തി കൊലപ്പെടുത്തി. ശേഷം ഇരുവരുടെയും മൃതദേഹങ്ങൾ കാറിൻ്റെ ഡിക്കിയിലിട്ട് അടച്ച് തിരികെ വീട് ലക്ഷ്യമാക്കി കാറിൽ യാത്ര പുറപ്പെടുകയും ചെയ്തു. ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു പോലീസ് ഓഫീസർ കെമ്പറുടെ പൊട്ടിയ ടെയിൽ ലാമ്പ് കണ്ട് വണ്ടി നിർത്തിക്കുന്നുണ്ട്. അനിറ്റയെ കൊല്ലുന്ന സമയത്ത് അവർ മരണോപ്രാളത്തോടെ കൈകാലിട്ടടിച്ചപ്പോൾ പൊട്ടിപ്പോയതാണ് ആ ടെയിൽ ലാമ്പ്. പോലീസിനെ കണ്ട് വണ്ടി നിർത്തിയപ്പോൾ കെമ്പറുടെ ഒരു കൈ കാറിനുള്ളിൽ വെച്ചിരുന്ന കത്തിക്ക് മുകളിലായിരുന്നു. എങ്ങാനും ആ പോലീസ് ഓഫീസർ അയാളോട് ഡിക്കി തുറക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ അതെടുത്ത് പ്രയോഗിക്കാൻ തന്നെ ആയിരുന്നു കെമ്പറുടെ പ്ലാൻ. എന്നാൽ പൊട്ടിയ ലാമ്പ് ഉടൻ നന്നാക്കി കൊള്ളാമെന്ന കെമ്പറുടെ ഉറപ്പിന്മേൽ ആ പോലീസ് ഓഫീസർ അയാളെ പോകാൻ അനുവദിച്ചു. പോലീസുകാരന് നന്ദി പറഞ്ഞ് കെമ്പർ സ്ഥലം വിടുകയും ചെയ്തു. ഈ 2 മൃതദേഹങ്ങളും കൊണ്ട് താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുന്ന കെമ്പർ നേരത്തെ തന്നെ കാറിൽ കരുതിയിരുന്ന കമ്പിളി പുതപ്പുകളിൽ അനീറ്റയുടെയും മേരി ആൻ്റെയും ജഡങ്ങൾ സ്വന്തം ഫ്ലാറ്റിലേക്ക് മാറ്റി. അവിടെ എത്തിച്ച ശേഷം ജഡങ്ങൾ വിവസ്ത്രമാക്കി അയാൾ 2 പേരെയും ഗളച്ഛേദം ചെയ്തു. ശേഷം ശരീരഭാഗങ്ങൾ കഷ്ണങ്ങളാക്കി മുറിച്ച് ഡിസ്പോസ് ചെയ്യാനുള്ള ചെറിയ സഞ്ചികളിലാക്കുകയും ചെയ്തു. ശരീരാവശിഷ്ടങ്ങൾ അന്ന് രാത്രി തന്നെ വിജനമായൊരിടത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുന്ന കെമ്പർ അവരുടെ തലകൾ കുറേ ദിവസം കൂടി ഒരു ട്രോഫി എന്ന മട്ടിൽ വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ട്. പിന്നീട് അയാൾ അതും ഡിസ്പോസ് ചെയ്യുന്നു. ഇങ്ങനെ ഇത്രയും ദിവസം ആ 2 യുവതികളെയും മരിച്ച ശേഷമാണ് എങ്കിലും തൻ്റെ പരിപൂർണ്ണ നിയന്ത്രണത്തിൽ സൂക്ഷിച്ച് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത് കെമ്പറുടെ ഉള്ളിലെ ചെകുത്താനെ ഒരു പരിധിവരെ തൃപ്തനാക്കി. ഇങ്ങനെ ഈ 2 യുവതികളുടെയും തലയടക്കമുള്ള ശരീരാവശിഷ്ടങ്ങൾ പല ഭാഗങ്ങളിലായിട്ട് കെമ്പർ ഡിസ്പോസ് ചെയ്തതിന് 4 മാസങ്ങൾക്കപ്പുറം അനിറ്റയുടെ ശരീരഭാഗങ്ങൾ പോലീസ് കണ്ടെടുക്കുന്നു. മേരി ആനിൻ്റേത് ഒരിക്കലും അവർക്ക് കണ്ടു കിട്ടിയിട്ടില്ല. ഇങ്ങനെ അനിറ്റയുടെ ശരീരം കണ്ടുകിട്ടിയെങ്കിലും അതിനെ എഡ്മണ്ടുമായിട്ട് ബന്ധിപ്പിക്കാൻ സാന്റാക്രൂസ് പോലീസിന് സാധിക്കുന്നില്ല. എഡ്മണ്ട് ആക്റ്റീവായിരുന്ന സമയത്ത് അമേരിക്കയിൽ വേറെയും സീരിയൽ കില്ലർമാർ സജീവമായിരുന്നു എന്നതും പോലീസ് കെമ്പറിലേക്ക് എത്താതിരിക്കാൻ ഒരു കാരണമായി. 1972 സെപ്റ്റംബർ 14 ഡാൻസ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങിയതായിരുന്നു ഐക്കോ കൂ എന്ന 15-കാരി. ഹൈവേ 1 ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്നും അടുത്തൊടുവിൽ അവൾ ആ വഴി അപ്പോൾ വന്ന എഡ്മണ്ട് കെമ്പറുടെ കാറിന് കൈ കാണിക്കുകയായിരുന്നു. കാറിലുള്ള ആളെ കണ്ടപ്പോൾ ലിഫ്റ്റ് ചോദിക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷൻ അവൾക്കുണ്ടായി. മനസ്സിലോടെ കാറിൽ കയറി അവൾ അധികം വൈകാതെ ഇയാളെ പെരുമാറ്റം കണ്ട് അസ്വസ്ഥയാകാൻ തുടങ്ങി. അനിറ്റയെയും മേരി ആനിനെയും ആരുമറിയാതെ കൊന്നുതള്ളാൻ സാധിച്ചത് എഡ്മണ്ട് കെമ്പറിൻ്റെ ആത്മവിശ്വാസം അപ്പോഴേക്കും കാര്യമായി വർദ്ധിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഐക്കോ അസ്വസ്ഥത പ്രകടിപ്പിച്ച പാടെ അയാൾ തൻ്റെ കൈത്തോക്ക് പുറത്തെടുത്തു. അത് കണ്ടപ്പോൾ അവൾ കൂടുതൽ പരിഭ്രമിച്ചു. അയാൾ നേരെ മലമുകളിലെ ആളൊഴിഞ്ഞ സ്പോട്ടിൽ കൊണ്ടുപോയി വണ്ടി നിർത്തിയ ശേഷം ഐക്കോയുടെ വായ അടച്ചുകൊണ്ട് ടേപ്പ് പൊട്ടിച്ചു. അവളെ തൻ്റെ തുവാല കൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊന്നുകളയുകയും ചെയ്തു. മരിച്ചു എന്ന് ഉറപ്പിച്ച് അവളുടെ ജഡമെടുത്ത് കാറിൻ്റെ ഡിക്കിയിലേക്ക് തള്ളിയ ശേഷം കെമ്പർ തൻ്റെ യാത്ര തുടർന്നു. ഈ ഘട്ടമായപ്പോഴേക്കും കെമ്പറിൻ്റെ ആത്മവിശ്വാസം അതിര് കടന്നിരുന്നു എന്ന് കാണാം. അയാൾ ഡിക്കിയിൽ ഇങ്ങനെ ഈ യുവതിയുടെ ജഡവും വെച്ചുകൊണ്ട് ദ ജൂറി റൂം എന്ന പേരുള്ള പ്രസിദ്ധമായൊരു ലോക്കൽ ബാറിലേക്ക് കടന്നു ചെല്ലുന്നു. ഈ പ്രദേശത്തെ സകല പോലീസ് ഓഫീസർമാരും സ്ഥിരമായി ഡ്യൂട്ടി സമയത്തിന് ശേഷം മദ്യപിക്കാൻ പോകുന്ന ഒരു ബാറായിരുന്നു അത്. തൻ്റെ കാർ ആ ബാറിൻ്റെ പാർക്കിംഗ് ലോട്ടിൽ ഇട്ടിട്ട് കെമ്പർ അകത്തേക്ക് ചെന്ന് ഒരു ഡ്രിങ്ക് ഓർഡർ ചെയ്യുന്നു. ചുറ്റും വരുന്ന ഓഫീസർമാർ പലർക്കും ഈ ബിഗ് ഗഡ് എന്ന് വിളിച്ചിരുന്ന അയാളെ നല്ല പരിചയമായിരുന്നു.
അവിടെ നിന്ന് സാമാന്യം നന്നായി മദ്യപിച്ച ശേഷം അയാൾ ഇതേ കാർ ഓടിച്ച് തൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. നേരത്തെ ചെന്ന ജൂറി റൂം ബാറിൽ ഇയാൾക്ക് അടുത്തിരുന്ന് മദ്യപിച്ചുകൊണ്ടിരുന്ന പോലീസ് ഓഫീസർമാരോ പിന്നീട് അയാൾ ചെന്നു കണ്ട അമ്മയോ ഒന്നും തന്നെ അയാളുടെ കാറിൻ്റെ ഡിക്കിയിൽ ആ സമയത്തൊരു യുവതിയുടെ ജഡമുണ്ട് എന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. എന്തായാലും അമ്മയെ കണ്ട ശേഷം കെമ്പർ കാർ ഓടിച്ച് തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് മടങ്ങിയെത്തുന്നു. ശേഷം അവിടെ ആരുമില്ലാത്ത നേരം നോക്കി ഐക്കോക്കുവിൻ്റെ മൃതദേഹം തൻ്റെ ഫ്ലാറ്റിനുള്ളിലേക്ക് മാറ്റുന്നു. ശേഷം പതിവ് പോലെ ആ ജഡവും സമയമെടുത്ത് ഡിസെക്ട് ചെയ്ത് തരം പോലെ ഓരോ ഭാഗങ്ങൾ ഓരോ വിജന പ്രദേശങ്ങളിലായി കൊണ്ട് തള്ളുകയും ചെയ്തു. ഐക്കോക്കുവിൻ്റെ കൊലയെ നേരത്തെ നടന്ന 2 യുവതികളുടെ കൊലപാതകമായിട്ടോ അല്ലെങ്കിൽ ഈ 3 കൊലകളെയും എഡ്മണ്ട് കെമ്പറുമായിട്ടോ ഒന്നും ബന്ധിപ്പിക്കാൻ അന്ന് പോലീസിന് സാധിക്കുന്നില്ല. ഇങ്ങനെ ഐക്കോക്കുവിനെ വധിച്ചതിൻ്റെ അടുത്ത ദിവസമായിരുന്നു എഡ്മണ്ട് കെമ്പറുടെ മാൻഡേറ്ററി സൈക്കാട്രിക് റിവ്യൂ സെഷൻ്റെ ഡേറ്റ് വരുന്നത്. അയാൾക്ക് മെൻ്റൽ അസൈലത്തിൽ നിന്ന് അനുവദിച്ചിട്ടുള്ള പരോളിൻ്റെ ബേസിക് റിക്വയർമെൻറ്റുകളിൽ ഒന്നായിരുന്നു ഈ പീരിയോഡിക് ഇവാലുവേഷൻ. അന്ന് കാലിഫോർണിയ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ സൈക്കാട്രിക് പാനലിന് മുന്നിൽ ഹാജരാകുന്ന കെമ്പർ ആ പാനലിലെ സൈക്കാട്രിസ്റ്റുകൾക്ക് അവർ കേൾക്കാൻ ആഗ്രഹിച്ച ഉത്തരങ്ങൾ പരമാവധി സൗമ്യമായ സ്വരത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട്. താൻ നിലവിൽ കോളേജിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും പാട്ടമായിട്ട് ജോലി കണ്ടെത്താൻ ശ്രമിക്കുകയുമൊക്കെയാണ് എന്ന കെമ്പറുടെ മറുപടിയിൽ അവർ വളരെ സന്തുഷ്ടരാകുന്നു. തങ്ങളുടെ മുന്നിലിരിക്കുന്ന എഡ്മണ്ട് കെമ്പർ എന്ന ഈ വ്യക്തി സമൂഹത്തിൻ്റെ ഭാഗമാകാൻ എന്തുകൊണ്ടും യോഗ്യനാണ് എന്നൊരു സർട്ടിഫിക്കറ്റാണ്, അങ്ങനൊരു ഫീഡ്ബാക്കാണ് ഈ പാനൽ തങ്ങളെ നിയോഗിച്ച സ്റ്റേറ്റിന് അന്ന് കൊടുക്കുന്നത്. 3 യുവതികളെ നിഷ്കരണം തട്ടിക്കൊണ്ടുപോയി വധിച്ച ഒരാൾക്കാണ്, അതും അവസാനത്തേരെ കൊന്നു തള്ളിയിട്ട് 24 മണിക്കൂർ പോലും തികഞ്ഞിട്ടില്ലാത്ത ഒരാൾക്കാണ് ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ടൊരു സൈക്കാട്രിക് എക്സ്പെർട്സ് പാനൽ അന്ന് ക്ലീൻ ചിറ്റ് കൊടുത്തത്. പിന്നീട് ഈ ഒരു സാക്ഷ്യപ്പെടുത്തലിൻ്റെ കൂടി ബലത്തിൽ കൈവന്ന സ്വാതന്ത്ര്യത്തിൽ ഇയാൾ തുടർന്ന് പ്രവർത്തിച്ച കൊടിയ ക്രൂരകൃത്യങ്ങൾ ആലോചിക്കുമ്പോൾ അത് എത്ര വലിയ കൃത്യവിലോപമായിരുന്നുവെന്ന് നമുക്ക് ബോധ്യപ്പെടും. ഈ ഇവാലുവേഷൻ നടന്നതിൻ്റെ അടുത്ത ദിവസം ഇതുമായി ഒന്നും നേരിട്ട് ബന്ധമില്ലാത്ത മറ്റൊരു സംഭവ വികാസം കൂടി നടക്കുന്നുണ്ട്. സാൻ മഡേര പോലീസ് സ്റ്റേഷനിലേക്ക് സ്ഥലത്തൊരു ആർമറി ഷോപ്പിൽ നിന്നൊരു റെക്കോർഡ് ഓഫ് സെയിൽ ചെല്ലുന്നു. അവരുടെ ഷോപ്പിൽ നിന്ന് എഡ്മണ്ട് കെമ്പർ എന്നൊരാൾ ഒരു .44 കാലിബർ റിവോൾവർ വാങ്ങിയിട്ടുണ്ട് എന്നതായിരുന്നു അത്. ഈ ഇൻപുട്ടിന്മേൽ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി അന്ന് നിയുക്തനാകുന്നത് സാർജന്റ് അലൂഫി എന്നൊരു പോലീസ് ഓഫീസറാണ്. ഈ തോക്ക് വാങ്ങാൻ വേണ്ട വാലിഡ് ലൈസൻസ് കെമ്പറുടെ പക്കൽ ഉണ്ടോ എന്ന് പരിശോധിച്ചുറപ്പിക്കുക എന്നത് മാത്രമായിരുന്നു സാർജന്റിൽ നിക്ഷിപ്തമായിരുന്ന ഉത്തരവാദിത്തം. അതന്വേഷിക്കാൻ വേണ്ടി കെമ്പറുടെ വീട് തെരഞ്ഞു വന്ന സാർജന്റ് അലൂഫി ഏറെ പണിപ്പെട്ടത് കണ്ടെത്തിയെങ്കിലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് സാർജന്റിന് തൻ്റെ സഹപ്രവർത്തകരിൽ ആരൊക്കെയോ ഈ ബിഗ് എഡ് വൈകുന്നേരം ദ ജൂറി റൂം എന്ന ബാറിൽ സ്ഥിരം സന്ദർശകനാണ് എന്ന് പറഞ്ഞിരുന്നത് ഓർമ്മ വരുന്നത്. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അയാൾ മറ്റൊരു മഞ്ഞ ഫോർഡ് കാർ പാർക്കിംഗ് ലോട്ടിലേക്ക് അടുപ്പിക്കുന്നത് കണ്ടു. അതിൽ നിന്ന് ഭീമാകാരനായിട്ടുള്ള ഒരാൾ പുറത്തിറങ്ങുന്നതും കണ്ടു. ഇയാളുടെ വലിപ്പം കണ്ടപ്പോൾ തന്നെ സാർജന്റിന് ഊഹിക്കാനായി ഇത് എഡ് കെമ്പർ തന്നെ. എഡിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന സാർജന്റ് അയാളോട് ആ ഗൺ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. തോക്ക് കാറിൻ്റെ ഡിക്കിയിലാണ് എന്ന് എഡ്മണ്ടിൻ്റെ മറുപടി. ഡിക്കിക്കുള്ളിൽ ഒരു ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു ആ തോക്കുണ്ടായിരുന്നത്. തോക്കും തോക്കിൻ്റെ ലൈസൻസ് ഡോക്യുമെൻസും പരിശോധിച്ച സാർജന്റ് അലൂഫിക്ക് അതിൽ സംശയാസ്പദമായി ഒന്നും തന്നെ കണ്ടെത്താനായില്ല. കെമ്പർ തൻ്റെ അച്ഛനെയും അച്ഛമ്മയും ഒക്കെ കൊന്നത് മൈനസ് സ്റ്റേജിലായിരുന്നത് കൊണ്ട് അയാളുടെ പേരിൽ അങ്ങനെ പറയത്തക്ക ക്രിമിനൽ റെക്കോർഡ് ഒന്നും തന്നെ അപ്പോൾ ഉണ്ടായിരുന്നില്ല. സാർജന്റ് പരിശോധിച്ചാൽ ഒന്നും തന്നെ കാര്യമായ റെഡ് ഫ്ലാഗ്സ് ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് അന്ന് കെമ്പറുടെ പേരിൽ തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. എന്നാൽ അപ്പോഴും എഡ്മണ്ടിൻ്റെ കില്ലിംഗ് ഇൻസ്റ്റിങ്ക്റ്റിന് യാതൊരു ശമനവും ഉണ്ടായിരുന്നില്ല. അധികം താമസിയാതെ അയാൾ തന്നെ അടുത്ത ഇരയെ തപ്പിപ്പിടിച്ച് വധിച്ചു കളഞ്ഞു. 1973 ജനുവരി 8-ാം തീയതി എഡ്മണ്ട് ലിഫ്റ്റ് ചോദിച്ച് റോഡരികിൽ നിൽക്കുകയായിരുന്ന സിൻഡിഷ് കാൾ എന്ന മറ്റൊരു യുവതിയെ വണ്ടിയിൽ കയറ്റി ആളൊഴിച്ചൊരിടത്തേക്ക് കൊണ്ടുപോയ ശേഷം വെടിവെച്ച് കൊന്നു കളഞ്ഞു. ആ ഡെഡ് ബോഡിയും കൊണ്ട് അയാൾ പക്ഷെ പോകുന്നത് സ്വന്തം അമ്മയുടെ വീട്ടിലേക്കാണ്. അമ്മ അപ്പോൾ ആ വീട്ടിലില്ലായിരുന്നു. കമ്പിളിയിൽ പൊതിഞ്ഞ മൃതദേഹവും ചുമന്ന് സ്വന്തം മുറിയിലേക്ക് പോകുന്ന എഡ്മണ്ട് അവിടെ വെച്ച് പതിവ് പോലെ അതിനെയും ഗളച്ഛേദം ചെയ്തു. പിന്നാലെ വെട്ടിനുറുക്കി അടുത്ത ദിവസം ഈ ശരീരഭാഗങ്ങൾ സാന്താക്രൂസിനടുത്തുള്ള ബീച്ചിൽ പല ഭാഗങ്ങളിലായി കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ യുവതിയുടെ തല മാത്രം അയാൾ അമ്മയുടെ വീട്ടിലെ തൻ്റെ മുറിയുടെ ജനൽ തുറന്നാൽ കാണുന്നൊരിടത്ത് കുഴിച്ചിട്ടു. അന്ന് കെമ്പർ കടലിലേക്ക് വലിച്ചെറിഞ്ഞ ഈ ശരീരഭാഗങ്ങൾ ബീച്ചിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് തിരികെ വന്ന് അടിഞ്ഞത് ബീച്ചിൽ വന്നു പോയിരുന്നവർ കണ്ടെടുത്ത് അന്ന് പോലീസിൽ വിവരം അറിയിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴും ഈ ശരീരഭാഗങ്ങൾ ആരുടേതാണെന്ന് കണ്ടെത്താനോ ആ കൊലപാതകത്തെ എഡ്മണ്ട് കെമ്പറുമായിട്ട് ബന്ധിപ്പിക്കാനോ ഒന്നും പോലീസിന് സാധിക്കുന്നില്ല. അതോടെ ആത്മവിശ്വാസം ഇരട്ടിക്കുന്ന കെമ്പർ ദ ജൂറി റൂം ബാറിൽ സ്ഥിര സന്ദർശനാവുകയും അവിടെ കാണുന്ന പോലീസ് ഓഫീസർമാരോട് സ്ഥിരമായി കുശലാന്വേഷണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി. എന്നാൽ ആ സ്ഥിതി അധികനാൾ തുടർന്നുപോയില്ല. സർവകലാശാലയിലെ കോവിഡ് ഹോസ്റ്റലുകളിൽ കഴിയുന്ന യുവതികൾ ഒന്നിനു പിന്നാലെ ഒന്നായി ഹിച്ച് ഹൈക്കിങ്ങിനിടെ അപ്രത്യക്ഷരായിക്കൊണ്ടിരുന്നത് അവരിൽ ചിലരുടെയെങ്കിലും മൃതദേഹങ്ങൾ വെട്ടിനുറുക്കിയ നിലയിൽ കണ്ടെത്തപ്പെട്ടത് അതൊരു സീരിയൽ കില്ലിംഗ് ആണ് എന്ന നിഗമനത്തിലേക്ക് പോലീസിനെ നയിക്കുന്നു. പോലീസും പ്രസ്സും ചേർന്ന് അന്ന് കൊലപാതക പരമ്പരയ്ക്ക് നൽകിയ പേര് കോയിഡ് മർഡേഴ്സ് എന്നായിരുന്നു. ഈ ഹിച്ച് ഹൈക്കിംഗ് എത്ര അപകടം പിടിച്ച പരിപാടിയാണ് എന്ന് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പോലീസ് അന്ന് വളരെ കൃത്യമായൊരു മുന്നറിയിപ്പ് സന്ദേശം പുറപ്പെടുവിക്കുന്നുണ്ട്. അത്യാവശ്യമുള്ള സമയങ്ങളിലല്ലാതെ എല്ലായ്പ്പോഴും യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ അവരുടെ ഡോർമിറ്ററികളിൽ തന്നെ തുറന്നു പോകണം.
ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളുടെ ഹോസ്റ്റൽ മുറികളുടെ വാതിലുകൾ കുറ്റിയിട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. രാത്രി പുറത്തിറങ്ങി നടക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ കഴിവതും ഈ 2 പേരായിട്ട് മാത്രം ഇറങ്ങുക. പോകും വഴി പോലീസ് പെട്രോൾക്കാർ കണ്ടാൽ സധൈര്യം അതിൽ കൈ കാണിക്കുക. അവർ നിങ്ങൾക്ക് ലിഫ്റ്റ് തരുന്നതാണ്. എത്ര അസൗകര്യമാണ്, എത്ര നേരം കാത്തിരിക്കേണ്ടി വന്നു എന്ന് വരികിലും ലൈൻ ബസ്സിൽ തന്നെ യാത്ര ചെയ്യുക. ക്യാമ്പസിൽ നിന്ന് പുറത്തു പോവുകയാണ് എങ്കിൽ എങ്ങോട്ടാണ് പോകുന്നത്, എപ്പോൾ തിരികെ എത്തും എന്നൊക്കെയുള്ള വിവരങ്ങൾ സുഹൃത്തുക്കളിൽ ആരെയെങ്കിലും വിളിച്ചറിയിച്ച ശേഷം മാത്രം പുറത്തു പോവുക. ഒരു കാരണവശാലും അപരിചിതരിൽ നിന്ന് ലിഫ്റ്റ് സ്വീകരിക്കാതിരിക്കുക. ഇങ്ങനെ പോയി സാന്താക്രൂസ് പോലീസിൻ്റെ അന്നത്തെ ആ സന്ദേശം. അതിനിടയിൽ 1973 ഫെബ്രുവരി 5-ാം തീയതി എഡ്മണ്ടും അമ്മയും തമ്മിൽ വീണ്ടും പൊരിഞ്ഞ വഴക്കായി. അയാൾ പിണങ്ങി വീട്ടിൽ നിന്ന് കാറുമെടുത്ത് എങ്ങോട്ടൊന്നില്ലാതെ ഓടിച്ചു കൊണ്ടുപോയി. അങ്ങനെ കാർ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കെ വീണ്ടും കെമ്പറിൽ ആരെയെങ്കിലും കൊല്ലാനുള്ള ത്വര വളരെ രൂക്ഷമായി. നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിവേഴ്സിറ്റി പാർക്കിംഗ് സ്റ്റിക്കർ എഡ്മണ്ടിന്റെ കാറിന് വല്ലാത്തൊരു സെക്യൂർ ഫീലിംഗ് കൊടുത്തിരുന്നു. അത് അയാൾക്ക് സ്റ്റാൻഫോർഡ് സർവകലാശാല ക്യാമ്പസിനുള്ളിൽ സ്വതന്ത്രമായിട്ട് വിഹരിക്കാനുള്ള പെർമിഷനും കൊടുത്തിരുന്നു. അങ്ങനെ വിശാലമായിട്ടുള്ള ക്യാമ്പസിനുള്ളിൽ അതിലെ ഇടറോഡുകളിൽ ഒന്നിലൂടെ കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴാണ് അയാൾ റോസലിൻ തോർപ്പ് എന്ന തൻ്റെ അടുത്ത ഇരയെ കണ്ടുമുട്ടുന്നത്. അയാൾ അവൾക്കൊരു ലിഫ്റ്റ് ഓഫർ ചെയ്തപ്പോൾ സംശയമൊന്നും കൂടാതെ തന്നെ അവൾ കയറിയിരുന്നു. അല്പദൂരം കൂടി മുന്നോട്ട് പോയപ്പോൾ മറ്റൊരു യുവതി ആലീസ് യു നടന്നു പോകുന്നത് അയാൾ കണ്ടു. ലിഫ്റ്റ് അന്വേഷിച്ച് നടന്നു പോകുന്ന മറ്റൊരു കോയിഡ് ഇൻമേറ്റ് ആയിരുന്നു ആലീസും. എഡ്മണ്ടിന്റെ കാറിൽ ഓൾറെഡി റോസലിൻ ഇരിക്കുന്നത് കണ്ടപ്പോൾ ആശങ്കയൊന്നും കൂടാതെ തന്നെ ആലീസും ആ വണ്ടിയിൽ കയറിയിരുന്നു. വണ്ടിയിലെ യൂണിവേഴ്സിറ്റി പാർക്കിംഗ് സ്റ്റിക്കറും ആലീസിന് ഒരു സുരക്ഷിതത്വ ബോധം പകർന്നു കൊടുത്തിരുന്നു. ഈ ഒരു ഘട്ടം എത്തിയപ്പോഴേക്കും കെമ്പറിന്റെ ആത്മവിശ്വാസം അതിന്റെ പരമകോടിയിലെത്തിയിരുന്നു. ഇനി അയാൾക്ക് തന്റെ കൊലവരി തീർക്കാൻ ആളൊഴിഞ്ഞ ഇടമൊന്നും എത്തണം എന്നില്ലായിരുന്നു. പുറത്തെ എന്തോ ഒരു ദൃശ്യത്തിലേക്ക് റോസലിൻ്റെ ശ്രദ്ധ തിരിച്ച ശേഷം അവർ പുറത്തേക്ക് ഉറ്റുനോക്കുന്ന സമയം കൊണ്ട് എഡ്മണ്ട് അവരെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് വീഴ്ത്തി. അതോടെ വല്ലാതെ പരിഭ്രമിച്ചു പോകുന്ന ആലിസ് പിന്നിലെ ഡോറ് തുറന്ന് ചാടി ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ അപ്പോഴേക്കും വണ്ടി നിർത്തുന്ന എഡ്മണ്ട് ആലിസിനെയും തലയ്ക്ക് വെടിവെച്ച് കൊന്നുകളയുന്നു. ആദ്യം വെച്ച വെടി പോരാഞ്ഞ് 3 തവണ കൂടി വെടിയുതിർത്ത് അയാൾ ആലിസ് മരിച്ചുവെന്ന് ഉറപ്പിക്കുന്നു. അതിനുശേഷം യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ ഡ്രൈവിംഗ് തുടരുന്ന അയാൾ കുറെ ദൂരം കൂടി വണ്ടി ഓടിച്ച് സാമാന്യം ആളൊഴിഞ്ഞവരിടത്തെത്തിയ ശേഷം വണ്ടി നിർത്തി ഈ 2 മൃതദേഹങ്ങളും വൃത്തിക്ക് ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞ് ഡിക്കിക്കുള്ളിലേക്ക് മാറ്റുന്നു. ഈ 2 മൃതദേഹങ്ങളും അയാൾ കൊണ്ടുപോകുന്നത് അമ്മയുടെ വീട്ടിലേക്ക് തന്നെയാണ്. അപ്പോഴും അമ്മ വീട്ടിലില്ലായിരുന്നു. ഈ 2 മൃതദേഹങ്ങളും അയാൾ ചുമന്ന് സ്വന്തം മുറിയിലെത്തിക്കുന്നു. അവിടെ വെച്ച് 2നെയും അയാൾ ഗളച്ഛേദം ചെയ്യുന്നു. ശേഷം അന്നോളം നടത്തിയ കൊലപാതകങ്ങളൊന്നും അന്നുവരെ പ്രകടിപ്പിക്കാതിരുന്ന ഒന്ന് എഡ്മണ്ട് കെമ്പറിന്റെ ഭാഗത്തു നിന്ന് അപ്പോൾ ഉണ്ടാകുന്നു. തല വെട്ടിമാറ്റിയ ആലീസിന്റെ മൃതദേഹത്തിൽ അയാൾ ശവരതി ചെയ്യുന്നു. അതിനുശേഷം 2 മൃതദേഹങ്ങളും വെട്ടി നുറുക്കുന്ന അയാൾ പതിവ് പോലെ പല സഞ്ചികളിലാക്കി അവ ഡിസ്പോസ് ചെയ്യാൻ റെഡിയാക്കുന്നു. 2 മൃതദേഹങ്ങളിൽ നിന്നും വെടിയുണ്ടകൾ ശ്രദ്ധാപൂർവ്വം നീക്കം ചെയ്തിട്ടായിരുന്നു ഈ വെട്ടിനുറുക്കൽ. ശരീരഭാഗങ്ങൾ പിന്നീട് അയാൾ സാന്താക്രൂസിലെ ആളൊഴിഞ്ഞ ഇടങ്ങളിലും തലയും കൈകളും പസഫിക്ക നഗരത്തിലും കൊണ്ട് നിക്ഷേപിച്ചു. മാർച്ച് മാസത്തിൽ സാൻ മാറ്റിയോ കൗണ്ടിയിലെ ചില ഹിച്ച്ഹൈക്കർമാർ ഒരു തലയോട്ടിയും ഒരു താടിയിലും കണ്ടെടുക്കുന്നുണ്ട്. എന്നാൽ ഇത് രണ്ടും 2 വ്യത്യസ്ത വ്യക്തികളുടേതാണെന്ന് പരിശോധനയിൽ തെളിഞ്ഞു. ആ പരിസരത്ത് തന്നെ പോലീസ് പിന്നീട് നടത്തിയ വിശദമായ തിരച്ചിലിൽ താടിയിലിന്റെ ഉടമയുടെ തലയോട്ടിയും കൂടുതൽ അസ്ഥികളും കണ്ടെടുക്കപ്പെട്ടിരുന്നു. അത് റോസലിന്റെയും ആലീസിന്റെയും മൃതദേഹാവശിഷ്ടങ്ങളായിരുന്നു. പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം നൽകിയ മൊഴിയിൽ കെമ്പർ പറയുന്നത് ഇതിൽ കൊല്ലാനുണ്ടായിരുന്നത് അത്രയും നാളായി അടക്കാനാവാത്ത വിരോധം ഉള്ളിൽ കൊണ്ട് നടന്നത് ആർക്കെതിരെയാണോ ആ വ്യക്തിയെയാണ്. ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ഉത്തരവാദി ആയിരുന്നിട്ടും ഒരിക്കൽ പോലും തന്നെ ഒന്ന് സ്നേഹിക്കാൻ ശ്രമിക്കാതിരുന്ന, കൂടെയുണ്ടായിരുന്ന ഓരോ നിമിഷവും തൻ്റെ ആത്മാഭിമാനത്തെ കാൽക്കീഴിലിട്ട് ചവിട്ടി അരച്ചുകൊണ്ടിരുന്ന, എല്ലാ കാലത്തും തന്നെ ഒറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം ശ്രമിച്ചിട്ടുള്ള സ്വന്തം അമ്മയായിരുന്നു ആ വ്യക്തി. ഒടുവിൽ ആ രോഷം അണപൊട്ടി ഒഴുകുന്ന ദിവസവും വന്നെത്തി. 1973 ഏപ്രിൽ 21. അന്ന് രാത്രി എഡ്മണ്ട് വന്നപ്പോഴേക്കും ക്ലാരനിൽ ഉറങ്ങാൻ നേരമായി കഴിഞ്ഞിരുന്നു. മകൻ്റെ മോന്ത കണ്ടതും അമ്മ പറഞ്ഞ കമൻറ്റ് അവനെ വല്ലാതെ വെറുപിടിപ്പിച്ചു. തോന്നുമ്പോൾ കയറി വരാനും പോകാനും ഇതൊരു ഹോട്ടലല്ല എന്നും മറ്റോ ആണ് അവർ പറഞ്ഞത്. അവരാ പറഞ്ഞത് കേട്ടപ്പോൾ അയാളുടെ മുഖം വാടി. മകനെ അതെങ്ങനെ ബാധിച്ചു എന്ന് തിരക്കാൻ നിൽക്കാതെ അവർ നേരെ തൻ്റെ കിടപ്പറയിൽ ചെന്ന് ഉറങ്ങാൻ കിടക്കുകയും ചെയ്തു. ഇത്രയും നാൾ അങ്ങനെ ഒരു കമൻറ്റ് കേട്ടാൽ അത് എഡ്മണ്ടിനെ വല്ലാത്തൊരു സങ്കടക്കയത്തിലേക്ക് തള്ളി നീക്കുമായിരുന്നു. എന്നാൽ അന്ന് അയാൾക്ക് വിശേഷിച്ചൊരു മനസ്താപവും തോന്നിയില്ല. 7 പേരെ പുല്ലുപോലെ കൊന്നു തള്ളിയിട്ടും തൻ്റെ മേൽ ഒരു തരി മണ്ണുപോലും വാരിയിടാൻ ആ നാട്ടിലെ പോലീസിനോ നീതിന്യായ വ്യവസ്ഥയ്ക്കോ സാധിച്ചിട്ടില്ല എന്നത് അയാളുടെ ആത്മവിശ്വാസം ഇരട്ടിപ്പിച്ചിരുന്നു. അവിടെ നിന്ന് അയാൾ നേരെ പോകുന്നത് തൻ്റെ കാറിലേക്കാണ്. അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട 2 ആയുധങ്ങൾ അയാൾ പുറത്തെടുക്കുന്നു. ഒരു മെറ്റൽ ഹാമറും ഒരു വലിയ കത്തിയും. ഇത് രണ്ടും അയാൾ എടുത്ത് തൻ്റെ മുറിയിലേക്ക് കൊണ്ടുവന്നു. ശേഷം മണിക്കൂറുകളോളം അയാൾ പിന്നീട് മുറിയിൽ TV കണ്ടുകൊണ്ടിരുന്നു. അമ്മ ഉറങ്ങിയെന്ന് ഉറപ്പിക്കാൻ വേണ്ടി പാതിരയോളം കാത്തിരുന്ന ശേഷം അയാൾ പതുക്കെ ഹാമറും കത്തിയും കയ്യിലേന്തി അവരുടെ ബെഡ്റൂമിലേക്ക് ചെന്നു. അവിടെ സ്വന്തം കിടക്കയിൽ സ്വസ്ഥമായി നേരത്തൊരു കൂർക്കം വലിയോടെ കിടന്നുറങ്ങുന്ന അമ്മയെ അയാൾ ഏതാനും മിനിറ്റുകൾ ഏറെ നിസ്സംഗമായി നോക്കി നിന്നു.
ശേഷം ഒരു നിമിഷ നേരത്തേക്ക് തലയ്ക്കുള്ളിൽ ആഞ്ഞടിച്ച ഏതോ ഒരു വിക്ഷുബ്ധതയുടെ ചുഴിക്കുള്ളിൽപ്പെട്ട് അയാളുടെ കൈ യാന്ത്രികമായി അതിവേഗത്തിൽ താഴേക്കാഞ്ഞു. ആ അടി നേരെ ചെന്ന് കൊള്ളുന്നത് ഈ വൃദ്ധയുടെ നെറുകം തലയ്ക്ക് തന്നെയാണ്. അടികൊണ്ട ഷോക്കിൽ അറിയാതെ ഞെട്ടിയുണർന്ന് എഴുന്നേറ്റ് നിലവിളിച്ചു പോയി എങ്കിലും അടിയുടെ ആഘാതത്തിൽ തല പിളർന്ന് അവരുടെ പ്രാണൻ ആ ദേഹം വിട്ടുപോയി. മിടിപ്പ് നിലച്ചു എന്ന് ഉറപ്പായതോടെ അയാൾ തന്റെ കയ്യിലെ കത്തിയെടുത്ത് അവരെ ഗളച്ഛേദം ചെയ്തു. എന്നിട്ടും കലിയടങ്ങാത്ത അയാൾ ചോര ചീരി പുറത്തു വരുന്ന കഴുത്തിലെ കുഴിയിലേക്ക് കൈയിട്ട് അവരുടെ ലാരിങ്സ് വലിച്ചു പുറത്തിട്ടു. വല്ലാത്തൊരു ഉന്മാദ അവസ്ഥയിലായിരുന്നു അയാളപ്പോൾ. കയ്യിൽ ചുറ്റിയെടുത്ത അവരുടെ പണ്ടം അയാൾ കൊണ്ടുപോയി അടുക്കളയിലെ ഗാർബേജ് ക്രഷിംഗ് മെഷീനിലേക്ക് ഫീഡ് ചെയ്ത് അത് ഓണാക്കി. എന്നോട് ഇത്രയും കാലം പ്രവർത്തിച്ച ദ്രോഹങ്ങൾക്ക് ഇത് കിട്ടിയാൽ പോരാ എന്ന് മനസ്സിൽ പറഞ്ഞ് അയാൾ അട്ടഹാസം മുഴക്കി. അതിനുശേഷം അയാൾ അവരുടെ തലയെടുത്ത് ബെഡ്റൂമിലെ ഡ്രസ്സിംഗ് ടേബിളിൽ കൊണ്ടുവച്ചു. പിന്നെ ചുവരിലെ ഡാർട്ട് ബോർഡിൽ നിന്ന് ഡാട്ടുകൾ എല്ലാം കയ്യിൽ ഊരിയെടുത്ത് ഓരോന്നായി അയാൾ ഡ്രസ്സിംഗ് ടേബിളിൽ കൊണ്ടുവച്ച തലയിലേക്ക് ഉന്നം പിടിച്ചെറിയുന്നു. അതുകൊണ്ടും പക്ഷേ അയാളുടെ ക്രോധം അടങ്ങുന്നില്ല. ഡാട്ടുകൾ എറിഞ്ഞു തീർത്ത ശേഷം ബെഡ്റൂമിലേക്ക് മടങ്ങിപ്പോകുന്ന അയാൾ അവരുടെ കബന്ധത്തെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്നു. അതും പൂർത്തിയാക്കിയ ശേഷം അയാളെ ജഡത്തെ കഷ്ണങ്ങളായി വെട്ടിനുറുക്കി പല സഞ്ചികളിൽ നിറച്ച് അലമാരയിൽ ഒളിപ്പിച്ചു വെക്കുന്നു. അടുത്തതായി എഡ്മണ്ടിന്റെ ചിന്ത അമ്മയുടെ അടുത്ത കൂട്ടുകാരി സാലി ഹാലറ്റിനെ കുറിച്ചായിരുന്നു. അമ്മയെ എപ്പോഴും വന്ന് കാണുന്ന അവർക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് സാലി. വരും ദിവസങ്ങളിൽ അവർക്ക് ചിലപ്പോൾ അമ്മയെ വിളിച്ചാൽ കിട്ടില്ല. അവരെ അങ്ങനെ വിട്ടാൽ പറ്റില്ല. അവരെ അയാൾ അടുത്ത ദിവസം വീട്ടിലേക്ക് ഡിന്നറിന് ക്ഷണിച്ചു. ഒരു സംശയം കൂടാതെ ആ സ്ത്രീ ആ ക്ഷണം സ്വീകരിച്ച് വന്നെത്തുകയും ചെയ്തു. ഡിന്നറിന് വേണ്ടി വീട്ടിൽ വന്ന സമയത്ത് എഡ്മണ്ട് കെമ്പർ ഈ സ്ത്രീയെയും ശ്വാസം മുട്ടിച്ച് കൊന്നുകളയുന്നു. ആ ബോഡിയും മറ്റൊരു അലമാരയിലേക്ക് അയാൾ കുത്തി നിറയ്ക്കുന്നു. ഇത്രയും ചെയ്ത ശേഷം സ്വന്തം മുറിയിലേക്ക് മടങ്ങി വരുന്ന എഡ്മണ്ട് കെമ്പർ കിടക്ക കണ്ടപാടെ വീണുറങ്ങിപ്പോകുന്നു. അയാളുടെ ജീവിതത്തിൽ അത്രയും നാളായി കെട്ടിക്കിടന്ന കൈപ്പിത് കെട്ടുന്ന പീഡാനുഭവങ്ങളുടെ ഓർമ്മകൾ അയാളിൽ നിന്ന് ബലൂണിൽ നിന്ന് കാറ്റിൽ ഓർന്നു പോകുന്നത് പോലെ ഇറങ്ങിപ്പോകുന്നു. അടുത്ത ദിവസം രാവിലെ നേരത്തെ തന്നെ എഴുന്നേൽക്കുന്ന കെമ്പർ എങ്ങോട്ടെന്നില്ലാതെ കാറിൽ പുറപ്പെട്ടു പോകുന്നു. രണ്ട് മൃതദേഹങ്ങളും ഇത്തവണ ഡിസ്പോസ് ചെയ്യാൻ മിനക്കളാതെയാണ് അയാൾ പോയി കളഞ്ഞത്. സോറി ചാംസ് ഫോർ ദ മെസ്, ഐ ഹാഡ് ടു ഗോ ആൻഡ് ഡിഡ് നോട്ട് ഹാവ് ടൈം എന്നൊരു മാപ്പപേക്ഷയും അമ്മയുടെ ചോരയിൽ കുളിച്ച കിടക്കയ്ക്ക് മേലെ അയാളുടേതായിട്ടുണ്ടായിരുന്നു. അമ്മയുടെ കൂട്ടുകാരി സാലിയുടെ കാറിലായിരുന്നു അയാളുടെ യാത്ര. 1500 മൈലോളം നിർത്താതെ കാർ ഓടിച്ചിട്ടാണ് നമ്മൾ ഈ ലക്കത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പ്യൂബ്ലോയിലെ ദേശീയപാതയ്ക്കരിയിലുണ്ടായിരുന്ന ടെലിഫോൺ ബൂത്തിൽ അയാൾ ഒരുവിധം തള്ളിക്കയറുന്നതും അവിടെ നിന്ന് സാന്താക്രൂസ് പോലീസിനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതും. വിളിച്ചപ്പോൾ ആദ്യം ഫോൺ എടുത്ത ഓഫീസർ എഡ്മണ്ട് പറഞ്ഞ കാര്യങ്ങളെ ഗൗരവത്തിൽ എടുക്കുന്നത് പോലുമില്ല. ആരോ തന്നെ ഫോൺ വിളിച്ച് പറ്റിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് അയാൾ ആദ്യം ധരിച്ചു. നേരിയ നീരസത്തോടെ അയാൾ ഫോൺ വെച്ചു. എഡ്മണ്ട് വിടുന്നില്ല. അയാൾ വീണ്ടും വിളിച്ച് ഇതെല്ലാം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഈ പോലീസ് ഓഫീസർക്ക് ദ ജൂറി റൂം ബാറിൽ വെച്ച് എഡ്മണ്ടിനെ നേരത്തെ കണ്ടു പരിചയമുണ്ടായിരുന്നു. അവിടെ കാണുന്ന എല്ലാ പോലീസുകാരോടും സൗമ്യമായി ഇടപെട്ടിരുന്ന, തമാശ പറഞ്ഞ് അവരെയൊക്കെ ചിരിപ്പിച്ചിരുന്ന ഒരാളായിരുന്നു എഡ്മണ്ട് എന്നതുകൊണ്ട് ഈ പോലീസ് ഓഫീസർക്ക് അയാൾ പറഞ്ഞത് തമാശയായിട്ട് മാത്രമേ അപ്പോൾ തോന്നുന്നുള്ളൂ. എന്ന് മാത്രമല്ല, എഡ്മണ്ട് അമ്മ ക്ലാരനലിൻ്റെയും സ്നേഹിത സാലിയുടെയും ഒക്കെ കൊലപാതക വാർത്ത അപ്പോഴും സാന്താക്രൂസ് പോലീസ് അറിഞ്ഞിട്ടുമില്ല. താൻ പറയുന്നത് തമാശയ്ക്കല്ല എന്നും സാർജന്റ് അലൂഫിയോട് ഒന്ന് തന്നെ അമ്മയുടെ വീട് വരെ പോയി നോക്കാൻ പറയണമെന്നും കെമ്പർ ഓഫീസറോട് നിർബന്ധം പിടിച്ചു. അതുപ്രകാരം സാർജന്റ് അലൂഫിയും മറ്റൊരു ഓഫീസറും കൂടി അടുത്ത ദിവസം ഇയാളുടെ അമ്മയുടെ വീട്ടിലേക്ക് എത്തി. ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നാസാരന്ധ്രങ്ങളിലേക്ക് തുളച്ചു കയറിയ മാംസമളിഞ്ഞ ദുർഗന്ധം കെമ്പർ പറഞ്ഞൊക്കെ ശരിയാണ് എന്ന് അവർ ബോധ്യപ്പെടുത്തി. അമ്മയുടെ ബെഡ്റൂമിൽ ചെന്നപ്പോൾ തറയിലാകെ ചോര തളം കെട്ടി കിടക്കുന്നത് അവർ കണ്ടു. വീടാകെ അലങ്കോലപ്പെടുത്തിയതിന് ക്ഷമ ചോദിക്കുന്ന കെമ്പറുടെ നോട്ടും അവർ കിടക്കയിൽ നിന്ന് കണ്ടെടുത്തു. എഡ്മണ്ടിന്റെ മുറിയിലേക്ക് ചെന്നതും ദുർഗന്ധം വല്ലാതെ രൂക്ഷമായി. അവിടെ മേശപ്പുറത്ത് അവർ കാണുന്നത് ചീഞ്ഞഴുകി ദ്രവിച്ച് മുഖം നിറയെ തുളച്ചു കയറിയ ഡാട്ടുകളുമായിട്ട് ഇരിക്കുന്ന അയാളുടെ അമ്മയുടെ ശിരസ്സാണ്. അലമാരകളിൽ നിന്ന് അവർക്ക് സാലിയുടെ ജഡവും ക്ലാരനലിന്റെ കബന്ധവും കണ്ടുകിട്ടുന്നു. ഇത്രയും ആയതോടെ സാർജന്റ് അലൂഫി ആ ക്രൈം സീൻ പ്രോസസ് ചെയ്യാൻ വേണ്ടി ഫോറൻസിക് ടീമിന് ഇൻറ്റിമേഷൻ അയക്കുന്നു. ഒപ്പം കെമ്പറിന്റെ കോൾ ആദ്യം വന്നപ്പോൾ എടുത്ത ഓഫീസർക്കും ഈ കണ്ട വിവരങ്ങളുടെ എല്ലാം അപ്ഡേറ്റ്സ് എത്തുന്നു. ഇനി ഒരിക്കൽ കൂടി കെമ്പർ വിളിക്കുകയാണ് എങ്കിൽ അയാളെ പിടികൂടാൻ സഹായിക്കുന്ന പരമാവധി വിവരങ്ങൾ ശേഖരിക്കണമെന്നും ഈ ഓഫീസർക്ക് നിർദ്ദേശം കിട്ടുന്നു. ഒപ്പം സാർജന്റ് അലൂഫി ഈ വിവരങ്ങളെല്ലാം അറിയിച്ചുകൊണ്ട് പ്യൂബ്ലോ പോലീസ് ആസ്ഥാനത്തേക്കും ഒരു സന്ദേശം അയച്ചു വിടുന്നു. പ്രതീക്ഷിച്ചിരുന്ന പോലെ പഴയ ഓഫീസർക്ക് വീണ്ടും എഡ്മണ്ട് കെമ്പറുടെ ഫോൺ വിളി ഒരിക്കൽ കൂടി എത്തുന്നു. ഇത്തവണ ഓഫീസർ കെമ്പറുടെ ലൊക്കേഷൻ ചോദിക്കുന്നു. അയാളത് ഒരു മടിയും കൂടാതെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ വിവരം എത്രയും പെട്ടെന്ന് പ്യൂബ്ലോ പോലീസിൽ കിട്ടുമെന്നും എഡ്മണ്ടിന് അറിയാമായിരുന്നു. അവർ വരുന്നതുവരെ താൻ ഇന്ന ഹോട്ടലിൽ ഇന്ന റൂമിൽ ഉണ്ടാകുമെന്ന് പോലും കെമ്പർ ഫോണിൽ പറയുന്നുണ്ട്. അങ്ങനെ പോലീസ് സംഘം തേടിയെത്തിയപ്പോൾ തികഞ്ഞ മാനസിക സംയമനത്തോടെ അവരെ ഹോട്ടൽ മുറിയിൽ കാത്തിരിക്കുന്ന എഡ്മണ്ട് കെമ്പറെയാണ് അവർക്ക് കാണാനായത്. അധികം വൈകാതെ സാന്താക്രൂസ് പോലീസിൽ നിന്ന് ഒരു സംഘം ഓഫീസർമാർ പ്യൂബ്ലോയിലേക്ക് ചെന്ന് എഡ്മണ്ട് കെമ്പറെ അവരുടെ കസ്റ്റഡിയിൽ വാങ്ങുന്നു. തുടർന്ന് അങ്ങോട്ടുള്ള കേസന്വേഷണ പരിശ്രമങ്ങളോട് കെമ്പർ നിരുപാധികം സഹകരിക്കുന്നു. എന്തിന്, തൻ്റെ കേസ് വാദിക്കാൻ ഒരു അറ്റോർണിയുടെ സഹായം പോലും അയാൾ അപ്പോൾ തേടുന്നില്ല. പോലീസുകാർക്ക് അന്നോളം കിട്ടിയതിൽ വെച്ച് ഏറ്റവും സഹകരണ മനോഭാവമുള്ള സീരിയൽ കില്ലർ ആയിരുന്നു എഡ്മണ്ട് കെമ്പർ. അയാൾ അവരോട് മണിമണി പോലെ സത്യം മാത്രം പറഞ്ഞു. ലിഫ്റ്റ് കൊടുത്ത് കൊന്നുതള്ളിയ എല്ലാ യുവതികളെയും കുറിച്ച് അയാൾ പോലീസിനോട് കുറ്റസമ്മതം നടത്തി. അവരുടെ ശരീരാവശിഷ്ടങ്ങൾ കൊണ്ട് ഉപേക്ഷിച്ച ഇടങ്ങളും അയാൾ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടി.
1973 മെയ് 7-ാം തീയതി കോടതിയിലെത്തിച്ച എഡ്മണ്ട് കെമ്പർക്കെതിരെ ഫസ്റ്റ് ഡിഗ്രി മർഡർ അടക്കം 8 കൗണ്ടുകളിൽ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടു. വേണമെങ്കിൽ ഇൻസാനിറ്റി പ്ലീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അന്ന് കെമ്പറിന് ഉണ്ടായിരുന്നുവെങ്കിലും അത് വാദിച്ച് തെളിയിക്കുക അത്ര എളുപ്പമല്ലായിരുന്നു. കേസ് വിചാരണ കാത്തുകിടക്കുന്നതിനിടയ്ക്ക് 2 തവണ അയാൾ കൈമുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. രണ്ടും വിജയിച്ചില്ല. ഒടുവിൽ 1973 ഒക്ടോബർ 23-ാം തീയതി അയാളുടെ ട്രയൽ ആരംഭിക്കുന്നു. കോടതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയപ്പോൾ എഡ്മണ്ട് അങ്ങോട്ട് തന്നെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്ന് അപേക്ഷിക്കുന്നു. കൊല്ലുന്നെങ്കിൽ ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്നുകൂടെ എന്നും അയാൾ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. കുഞ്ഞുനാളിൽ സഹോദരിമാർക്കൊപ്പം കളിച്ചിരുന്ന ഗ്യാസ് ചേമ്പർ ഗെയിം അതിന്റെ യഥാർത്ഥ സ്കെയിലിൽ യാഥാർത്ഥ്യമാക്കാൻ അയാളുടെ മനസ്സ് തുടിച്ചുകൊണ്ടിരുന്നു എന്നർത്ഥം. എന്നാൽ ഈ കേസിന്റെ വിധി പറയാനുള്ള സമയമായപ്പോഴേക്കും കാലിഫോർണിയ സ്റ്റേറ്റ് തൽക്കാലത്തേക്ക് വധശിക്ഷയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയതുകൊണ്ട് മാത്രം അയാളുടെ അന്തിമാഭിലാഷം സാക്ഷാത്കരിക്കപ്പെടാതെ പോയി. ഏതാണ്ട് 3 ആഴ്ചയോളം നീണ്ടുനിന്ന വിചാരണയ്ക്ക് ശേഷം കോടതി എഡ്മണ്ട് കെമ്പറെ ചുമത്തിയ 8 കൗണ്ടിലും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കുകയുണ്ടായി. എഡ്മണ്ട് കെമ്പർ എന്ന ചെറുപ്പക്കാരൻ തൻ്റെ 15-ാം വയസ്സോട്ട് കാണിച്ചു കൂട്ടിയിട്ടുള്ള ക്രൂരതകൾ ആരുടെയും ചോര മരവിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടാവുക? അതറിയാൻ വേണ്ടി ജയിൽ സൈക്കാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും എഡ്കെമ്പർക്ക് മേൽ അനവധി പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ പഠനങ്ങളിൽ തെളിഞ്ഞു വന്നത് നന്നേ ചെറുപ്രായത്തിൽ തന്നെ വളരെ ആഴത്തിൽ മുറിവേറ്റ ഒരു മനസ്സിന്റെ ചിത്രമാണ്. കെമ്പറുടെ മാനസികാവസ്ഥ പരിശോധിക്കാൻ വേണ്ടി 3 വിദഗ്ധ സൈക്കാട്രിസ്റ്റുകളുടെ ഒരു പാനലാണ് കോടതിയെ സഹായിച്ചത്. ടെക്സ്റ്റ് ബുക്ക് നിർവചനങ്ങൾ പ്രകാരമുള്ള ഒരു സൈക്കോട്ടിക് മാനസിക നിലയുള്ള വ്യക്തിയൊന്നുമല്ല കെമ്പർ എന്ന കാര്യത്തിൽ ഇവർ 3 പേർക്കും ഒരേ അഭിപ്രായമായിരുന്നു. ചെയ്ത കൊലകൾക്കൊന്നും പിന്നിൽ അയാളുടെ മാനസികാരോഗ്യക്കുറവല്ല എന്നും തികഞ്ഞ ബോധ്യത്തോടെ മാത്രമാണ് അയാൾ ഓരോ കൊലയും ചെയ്തിട്ടുള്ളത് എന്നും മെഡിക്കൽ പാനൽ വിലയിരുത്തി. എന്നാൽ കെമ്പറുടെ ശരീരത്തിൽ ഒരേ സമയം 2 വ്യക്തികളുണ്ട് എന്ന കാര്യത്തിലും അവർക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്ന്, സമൂഹത്തോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. 2, നിമിഷ നേരത്തെ ട്രിഗറിന്റെ പുറത്ത് അചിന്ത്യമായിട്ടുള്ള വയലൻസ് നിറഞ്ഞ ഫാന്റസികൾ സഹജീവികളോട്, വിശേഷിച്ച് സ്ത്രീകളോട് പ്രകടിപ്പിക്കാൻ മടിക്കാത്ത ഒരു ചെകുത്താൻ. എന്തായിരിക്കും കെമ്പറുടെ അക്രമവാസനകളുടെ ഉറവിടമെന്നറിയാൻ വേണ്ടി സൈക്കാട്രിസ്റ്റുകൾ അയാളോട് സുദീർഘമായ അഭിമുഖങ്ങൾ നടത്തി നിരവധി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ നിന്ന് അവർക്കുണ്ടായ തിരിച്ചറിവ് കുട്ടിക്കാലം മുതൽക്ക് അമ്മയുടെ ഭാഗത്തു നിന്ന് കെമ്പർക്ക് നേരെ ഉണ്ടായിട്ടുള്ള മോശം പെരുമാറ്റങ്ങളിൽ നിന്നുണ്ടായ റിജക്ഷൻ ഫീലിംഗ് ആണ് ഒരു പ്രധാന ഘടകം എന്നതാണ്. കുഞ്ഞുനാൾ തൊട്ടേ അവനവന് വേണ്ടി വാദിക്കാൻ എഡ്മണ്ടിന് സാധിച്ചിട്ടില്ല. കൂട്ടുകാരുമായി ഒരു തല്ലോ വഴക്കൊക്കെ ഉണ്ടായാൽ അയാൾ എന്നും ഓടി രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. നാണം കുടുങ്ങിയായിട്ടുള്ള തൻ്റെ മകൻ ഇനിയൊരു സ്വർഗാനുരാഗ്യങ്ങാനും ആണോ എന്നോർത്ത് അവൻ്റെ അമ്മ വല്ലാതെ ആശങ്കപ്പെട്ടിരുന്നു. അവനെ ഒരു ആൺകുട്ടിയാക്കാൻ വേണ്ടി അവർ വിചിത്രമായ പലതും പ്രവർത്തിച്ചു. 8-ാം വയസ്സിൽ മകനെ കൊണ്ട് അവൻ വളർത്തിയിരുന്ന കോഴിയെ കൊല്ലിച്ചു. എന്നിട്ട് അത് കറി വെച്ച് അവനെ കൊണ്ട് തന്നെ തീറ്റിച്ചു. അങ്ങനെ വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിൽ വളർന്നു വരുന്ന എഡ്മണ്ടിന് അവൻ്റെ കൗമാരത്തിൽ ഒരു പ്രണയം പോലും ഉണ്ടായിട്ടില്ല. അടുക്കാൻ ശ്രമിച്ച പെൺകുട്ടികൾ ഒന്നൊന്നായി അവനെ നിരസിച്ചു കൊണ്ടിരുന്നു. അമ്മ അവനെ വീണ്ടും അവൻ എത്ര വലിയ ഇമ്പസയിലാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. അത് അവൻ്റെ ആത്മവിശ്വാസത്തെ വീണ്ടും ഇടിച്ചു. എഡ്മണ്ടിന് ഒരിക്കലും പുറത്തു കടക്കാനാവാത്ത ഒരു ചുരുളിയായി അത് മാറി. അങ്ങനെ ആ ചുരുളിക്കുള്ളിൽ അകപ്പെട്ടു പോയ ശേഷമാണ് സുന്ദരികളായ സ്ത്രീകളിൽ നിന്ന് അടുപ്പം നേടിയെടുക്കാനുള്ള തൻ്റെ ഫാൻറ്റസികൾ അവരിൽ സാക്ഷാത്കരിക്കാനുള്ള ഒരേയൊരു മാർഗം അവരെ വധിക്കുകയാണെന്ന ധാരണയിലേക്ക് കെമ്പർ എത്തിച്ചേരുന്നത്. ശവങ്ങൾക്ക് എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള ശേഷിയില്ലല്ലോ. ആ ധൈര്യത്തിലാണ് കെമ്പർ ഈ സ്ത്രീകളിൽ നെക്രോഫീലിയ അടക്കമുള്ള വൈകൃതങ്ങളിലേക്ക് പോകാൻ പോലും ധൈര്യപ്പെട്ടത്. വിചാരണ നടക്കുന്നതിനിടയ്ക്ക് കോസ്മോപൊളിറ്റൻ മാസികയുടെ റിപ്പോർട്ടർ ഇയാളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അമ്മയെ കൊന്നുകളഞ്ഞ ശേഷം പിന്നീട് ഒരു സുന്ദരിയായ സ്ത്രീയെ കാണുമ്പോൾ താങ്കൾക്കുണ്ടാവുന്ന വികാരം എന്താണ് എന്നായിരുന്നു അയാളുടെ ചോദ്യം. അതിന് അയാൾ കൊടുത്ത മറുപടി, ഒരു നിമിഷം എൻ്റെ ഉള്ളിൽ ആ യുവതിയോട് മിണ്ടാനും അവരോട് അടുപ്പം സ്ഥാപിക്കാനുമുള്ള അദമ്യമായിട്ടുള്ള ആഗ്രഹമുണ്ടാകും. എന്നാൽ തൊട്ടടുത്ത നിമിഷം എൻ്റെ മനസ്സിൽ ഓടുന്ന ചിന്ത അവരുടെ തല വെട്ടി ഒരു കമ്പിൽ കുത്തിവെച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാകും. അമ്മയെ വധിച്ച ശേഷം പിന്നെ തൻ്റെ പ്രവൃത്തികൾക്ക് യാതൊരുവിധ ന്യായീകരണവും ഇല്ലാത്തതുപോലെ അയാൾക്ക് തോന്നി. അതുകൊണ്ടാണ് പിന്നെ ആരെയും കൊല്ലാൻ നിൽക്കാതെ ചെന്ന് അയാൾ പോലീസിൽ കീഴടങ്ങി കൊടുക്കുന്നത്. എഡ്മണ്ട് കെമ്പറുടെ കഥ അതിക്രൂരമായ രീതിയിൽ അരങ്ങേറിയ ഒരു കൊലപാതക പരമ്പരയുടെ ആരെയും ഞെട്ടിക്കുന്ന വിശദ വിവരണം മാത്രമല്ല, കുഞ്ഞുനാൾ തൊട്ടേ ഒരാൾ അനുഭവിക്കുന്ന മാനസിക ശാരീരിക പീഡനങ്ങൾ, തുടർച്ചയായി ഒരാൾ കേൾക്കേണ്ടി വരുന്ന സൈക്കോളജിക്കൽ ട്രോമ, ഇത് രണ്ടും ചേർന്ന് ഒരാളിൽ സൃഷ്ടിക്കുന്ന അരക്ഷിതാവസ്ഥയ്ക്കൊപ്പം അയാളിൽ അളവില്ലാത്ത കൂർമ്മബുദ്ധി കൂടി ഉണ്ടെങ്കിൽ സ്വന്തം മനസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു വ്യക്തി ഒരു സൈക്കോപ്പത്തിക് അവസ്ഥയിലേക്ക് പോകുന്നത് എങ്ങനെയാണ് എന്നും അതൊരു സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിൻ്റെയും കൂടി ഒരു ക്ലാസിക്കൽ കേസ് സ്റ്റഡിയാണത്. കെമ്പറിൻ്റെ കേസിനെ ഇത്ര കണ്ട് വഷളാക്കിയത് അന്ന് നിലവിലുണ്ടായിരുന്ന നീതിന്യായ വ്യവസ്ഥയ്ക്ക് മനുഷ്യൻ്റെ മനഃശാസ്ത്രത്തിനുണ്ടായിരുന്ന പരിമിതമായ അറിവും മാനസിക രോഗങ്ങൾ ബാധിച്ച ക്രിമിനലുകളെ കൈകാര്യം ചെയ്യുന്നതിൽ അതിനുണ്ടായിരുന്ന അവധാനതക്കുറവും ചേർന്നാണ്. കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ഇടപെടലുകൾ നടത്തിയിരുന്നുവെങ്കിൽ
കെമ്പറുടെ കൈയാൽ കൊല ചെയ്യപ്പെട്ട 9 ജീവനും പൊലിയിലായിരുന്നു എന്നതും വേദനിപ്പിക്കുന്ന ഒരു സത്യം മാത്രമാണ്. വക്കാവിൽ എന്ന ചെറുപട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന കാലിഫോർണിയ മെഡിക്കൽ ഫെസിലിറ്റി സ്റ്റേറ്റ് പ്രിസൺ എന്ന കറക്ഷണൽ ഫെസിലിറ്റിയിൽ മറ്റു പല സീരിയൽ കില്ലർമാർക്കുമൊപ്പം ഒടുവിൽ എഡ്മണ്ട് കെമ്പറും എത്തിപ്പെട്ടു. ശിക്ഷിക്കപ്പെട്ട ശേഷം നടന്ന ഒരു പരോൾ ഹിയറിംഗിലും അയാൾ കോടതിയിൽ എത്തിയിട്ടില്ല. പുറത്തിറങ്ങിയാൽ തന്നെ ആരും സ്വൈര്യമായി കഴിയാൻ വിടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ജയിലിൽ തന്നെ തുടരാനാണ് അയാൾക്കിഷ്ടം. കാരാഗ്രഹം തന്നെയായിരുന്നു അയാൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ആവാസ വ്യവസ്ഥ. ജയിലിൽ അയാളൊരു മോഡൽ പ്രിസണർ ആയിരുന്നു. അവിടെ സെറാമിക് കപ്പ് നിർമ്മാണ ഫാക്ടറിയിൽ ജോലി ചെയ്തും സഹതടവുകാരുടെ സൈക്കാട്രിക് അപ്പോയിൻമെൻറ്റുകൾ കൃത്യമായി ഷെഡ്യൂൾ ചെയ്യാൻ ജയിൽ ഡോക്ടറെ സഹായിച്ചു. കണ്ണുകാണാത്ത തടവുകാർക്ക് വേണ്ടി പുസ്തകങ്ങൾ വായിച്ച് റെക്കോർഡ് ചെയ്തുമെല്ലാം അയാൾ സമയം ചെലവിട്ടു. ഒരുവിധം സൈക്കാട്രിക് അസസ്മെൻറ്റുകളെയൊക്കെ അട്ടിമറിക്കാനുള്ള അയാളുടെ സിദ്ധി ഏറെ പ്രസിദ്ധമാണ്. ജയിലിൽ ഇത്തരം നല്ല കുട്ടി പെരുമാറ്റങ്ങൾ നിലനിർത്തുന്നത് ആദ്യ കൊലപാതകങ്ങൾക്ക് ശേഷം പിടിക്കപ്പെട്ട സാഹചര്യത്തിൽ അയാൾ പ്രകടിപ്പിച്ചിട്ടുള്ള അതേ മാനിപ്പുലേറ്റീവ് സ്വഭാവത്തിൻ്റെ ഭാഗമാണ് എന്നും ഇത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു പരോളിൽ സ്വതന്ത്രനാക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷ പുറത്ത് അയാൾ മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്നുമൊക്കെയുള്ള വാദങ്ങളും ശക്തമാണ്. അതുകൊണ്ട് തന്നെ പുറത്ത് സ്വതന്ത്രമാക്കി വിട്ടാൽ സമൂഹത്തിന് അപകടമുണ്ടാക്കിയേക്കാവുന്ന അവസ്ഥയിലാണ് കെമ്പർ ഇപ്പോഴും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഴിഞ്ഞ മാസം പോലും കെമ്പറുടെ പരോൾ കോടതി തള്ളിയത്. ചുരുക്കത്തിൽ സൈക്കോപ്പത്തിക് സ്വഭാവവിശേഷങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് പതിവിൽ കവിഞ്ഞ ബൗദ്ധിക ശേഷികൾ ഉണ്ടെങ്കിൽ അയാൾക്ക് ഈ നാട്ടിൽ നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥയെ എങ്ങനെ അട്ടിമറിക്കാനാകും, മാനിപ്പുലേറ്റ് ചെയ്യാനാകും എന്നതിൻ്റെയൊക്കെ ഉത്തമ ഉദാഹരണമാണ് എഡ്മണ്ട് കെമ്പറുടെ കേസ്. പിന്നീട് അങ്ങോട്ട് പല രാജ്യങ്ങളിൽ പല കാലങ്ങളിലായിട്ട് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിട്ടുള്ള പല സീരിയൽ കില്ലർ കേസുകളുടെയും നടപടിക്രമങ്ങൾക്ക് മാതൃകയായിട്ടുള്ള ഈ കേസ് അതുകൊണ്ട് തന്നെ അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിലെ ലാൻഡ്മാർക്ക് കേസുകൾ ഒന്നായിട്ട് ഇന്നും തുടർന്നു പോവുകയാണ്. പണ്ടാരോ പറഞ്ഞതുപോലെ ഈ ലോകത്ത് ആരും തന്നെ ഒരു സീരിയൽ കില്ലറായിട്ട് ജനിക്കുന്നില്ല. വളർന്നു വരുന്ന സാഹചര്യങ്ങളും കാലവുമാണ് അയാളെ അങ്ങനെ ആക്കി മാറ്റുന്നത്. ലോകത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ കോണുകളിൽ ഇന്നും നിരവധി കുഞ്ഞുങ്ങളോട് അവരുടെ വേണ്ടപ്പെട്ടവർ അവരൊന്നിനും കൊള്ളാത്തവരാണ് എന്നും ഈ ലോകത്തിൽ അവർക്ക് ഇടമില്ല എന്നും അവരെ ആരും സ്നേഹിക്കില്ല എന്നുമൊക്കെ പല പല രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവരുടെ പിഞ്ചു മനസ്സുകളെ അതെല്ലാം കോറി മുറിക്കുന്നുമുണ്ടാവും. ആ കുഞ്ഞൊരു പക്ഷേ ഒരു അതുല്യ പ്രതിഭയായിട്ടായിരിക്കും പിറന്നു വീണിട്ടുണ്ടാവുക. അത് തിരിച്ചറിയാൻ അവനെ അല്ലെങ്കിൽ അവളെ പ്രോത്സാഹിപ്പിക്കാൻ ചിലപ്പോൾ ആരും ഉണ്ടാവണമെന്നില്ല. ലോകമെമ്പാടുമുള്ള കൊലപാതക കേസുകളുടെ അന്വേഷണങ്ങൾക്ക് ഇന്നും മാനദണ്ഡമായിട്ടുള്ള ചില വിഖ്യാത കേസ് സ്റ്റഡികൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രസിദ്ധ FBI റിസർച്ചർ ആൻ ബർഗസ് നടത്തിയിട്ടുള്ള ശ്രദ്ധേയമായൊരു നിരീക്ഷണമുണ്ട്. അക്ഷന്തവ്യമായ ക്രൂരതകൾ പ്രവർത്തിച്ചിട്ടുള്ള കൊടിയ കുറ്റവാളികളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് അവരെ ഗ്ലോറിഫൈ ചെയ്യാനോ അവർ ചെയ്ത കുറ്റങ്ങളെ നോർമലൈസ് ചെയ്തെടുക്കാനോ വേണ്ടിയല്ല. സമാനമായ കാരണങ്ങൾ കൊണ്ട് ഇനിയും ഒരാൾ ഒരു സീരിയൽ കില്ലറായി മാറുന്ന സാഹചര്യം ഉണ്ടാവുന്നത് തടയാൻ വേണ്ടി കൂടിയാണ്. അങ്ങനെ തടയാൻ വേണ്ടി നമ്മൾ മുൻകരുതലുകൾ എടുക്കേണ്ടത് കോടതി മുറികളിലോ ചിത്തരോഗ ആശുപത്രികളിലോ അല്ല. അത് ഈ കുഞ്ഞുകുട്ടികൾ അവരുടെ ബാല്യങ്ങൾ ചെലവിടുന്ന കളിയിടങ്ങളിലോ പാഠശാലകളിലോ ഒക്കെയാണ്. ഈ രോഗം തങ്ങളെ ചേർത്തു പിടിക്കുമോ അതോ കുറ്റകൃത്യങ്ങളുടെ പാതാളക്കുഴികളിലേക്ക് തങ്ങളെ വലിച്ചെറിയുമോ എന്ന് ഒരു കുഞ്ഞ് മനസ്സിലാക്കുന്നത് അവിടെ വെച്ചാണ്. നമ്മൾ ഉണ്ടാക്കുന്നത് പക്ഷേ കൂടുതൽ കോടതികളും ചിത്തരോഗ ആശുപത്രികളുമാണ്. നമുക്കിനി വേണ്ടത് കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാൻ അവരെ ചേർത്തു പിടിക്കാൻ പോകുന്ന സ്നേഹത്തിൻ്റെ ഇടങ്ങളാണ്. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.